ഒരു ഉദ്ദിഷ്ട കാര്യത്തെ മനസ്സിൽ കാണുക. വിശ്വാസത്തോടെ ഒരു ഉദ്ദിഷ്ട കാര്യത്തെ സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് നിനക്ക് സാധിച്ചു കിട്ടാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറെ സന്തോഷത്തോടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ധാരാളം ആളുകൾ അകത്തും പുറത്തും താഴെയുമൊക്കെയുമായിട്ടുണ്ട്. അപ്പോൾ ദൈവം നമുക്ക് നൽകിയ ഒരു നല്ല അനുഗ്രഹത്തിൻ്റെ താഴെയാണ് നമ്മളിന്നുള്ളത്. ഹല്ലേലൂയ. ഞാൻ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ഒത്തിരി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ദൈവനാമത്തിൽ കണ്ടിട്ടുണ്ട്. നിങ്ങളും ഇവിടെ വരുമ്പോൾ ഇത്രയും ദൂരെ ഈ സ്ഥലത്ത് നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുറകിലൊരു ദൈവ പദ്ധതി ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊരു സ്ഥലത്ത് വരാൻ പോലും നിങ്ങൾക്ക് തോന്നത്ത് പോലുമില്ല. ഇത്രയും ദൂരമല്ലേ, വണ്ടിക്ക് പോകണ്ടേ, ഇത്ര കഷ്ടപ്പാടല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് വേണ്ടെന്ന് വയ്ക്കും. ഇവിടെ വരണമെങ്കിൽ അത് ദൈവീകമായ ഒരു പദ്ധതി തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവപ്രവർത്തികൾ ഉണ്ടാകാൻ തുടങ്ങും. അതുണ്ടായത് കൊണ്ടാണ് ഇത്രയും ആളുകൾ ഇരിക്കാനോ നിൽക്കാനോ സ്ഥലമില്ലാത്ത വിധത്തിൽ ആളുകൾ വരാൻ കാരണം എന്താ? ഞാൻ പറയാതെ തന്നെ അറിഞ്ഞു, ഇവിടെയുള്ള പ്രാർത്ഥനകൾ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെയുള്ള പ്രാർത്ഥനകളിൽ ദൈവപ്രവർത്തികൾ ഉണ്ടാകുന്നുണ്ട്. അല്ലാതെ ആരെയും കയറുകൊണ്ട് കെട്ടി വലിച്ചാലും വരത്തില്ല. ഈ റോട്ടിലൂടെ 1500 പ്രാവശ്യം പോയാലും ഇവിടെ കയറി വരണമെന്നില്ല. ഇത്രയും ദൂരം റിസ്ക് എടുത്ത് പോകണമെന്നില്ല. ദൈവപ്രവർത്തികളിൽ ഞാൻ വിശ്വസിക്കുന്നു, അത് നിങ്ങളിലും സംഭവിക്കും. ഞാനൊരു വചനം വായിച്ച് പ്രാർത്ഥിക്കാൻ ഈ സമയം ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. എപ്പോഴാണ് ഒരാളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങിയത് എന്നാണ് വായിക്കുന്നത്. എപ്പോഴാണ്? വായിക്കുകയാണ് 20-ാമത്തെ വാക്യം. നോഹ കർത്താവിനൊരു ബലിപീഠം നിർമ്മിച്ചു. നോഹ എന്ന ഒരാൾ വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിനൊരു ബലിപീഠം ഉണ്ടാക്കി നിർമ്മിച്ചു. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിലും നിന്ന് അവൻ അവിടത്തേക്ക് ഒരു ദഹനബലി അർപ്പിച്ചു. ഒരു ദഹനബലി ആ ബലിപീഠത്തിൽ അർപ്പിച്ചു പ്രാർത്ഥിച്ചു. 21-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ, ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി. അങ്ങനെ ഒരു ആരാധന ഉയർന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കാൻ തുടങ്ങി. അതാണ് ഇവിടെ നടക്കുന്നത്. നമ്മളിവിടെ എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ദൈവം പ്രസാദിക്കുന്നതാണ് നിങ്ങൾക്ക് വിടുതലായി അനുഭവിക്കുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി വരുന്നത്, നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറുന്നത്, അനുഗ്രഹമായി മാറുന്നത് മനുഷ്യൻ പ്രസാദിച്ചത് കൊണ്ടല്ല, ദൈവം പ്രസാദിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപ്രസാദമുള്ള മനുഷ്യരുണ്ട്, ദൈവകടാക്ഷമുള്ളവരുണ്ട്, ദൈവപ്രസാദമുള്ളവർ, ദൈവം കൂടെ നിൽക്കുന്നവർ. ഇങ്ങനെയൊരു പ്രാർത്ഥന ഉയർന്നപ്പോൾ ദൈവം പ്രസാദിച്ചു. അതിന്നും സംഭവിക്കണം. ഇവിടെ സംഭവിക്കണം, നിങ്ങളിൽ അത് സംഭവിക്കണം. അടുത്ത കാര്യം നോക്കൂ. ദൈവം പ്രസാദിച്ചപ്പോൾ ദൈവം ആ ഒരു സമയത്ത് അനുഗ്രഹിക്കുവാണോ ശപിക്കുവാണോ ചെയ്തെന്ന് എഴുതിയിട്ടുണ്ട്. മനുഷ്യൻ കാരണം ഭൂമിയെ ഇനി ഒരിക്കലും ഞാൻ ശപിക്കുകയില്ല. പിന്നെ പകരം എന്താ? ഇന്നു മുതൽ നിങ്ങളുടെ ആരാധന കാരണം ഈ ഭൂമിയെ ഞാൻ അനുഗ്രഹിക്കും. നിങ്ങൾ ഒരാളുടെ പ്രാർത്ഥന കാരണം നിങ്ങളുടെ വീടിനെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും. നിങ്ങൾ ഒരാളുടെ പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഇന്നു വരെ നിന്ന സകല ശാപങ്ങളെയും മാറ്റാൻ തുടങ്ങും. അടുത്ത കാര്യം എഴുതിയിരിക്കുന്ന നല്ലൊരു വാക്കാണ്. 22-ാമത്തെ വാക്യം. ഭൂമി ഉള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും നിലയ്ക്കുകയില്ല, നിന്നു പോകത്തില്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? പുതിയ ഒരു കാലം
അനുഗ്രഹമുള്ള ഒരു കാലം ആമേൻ. നിനക്ക് ഞാൻ തരാൻ പോകുന്നു. ഹല്ലേലൂയ. നിനക്ക് മാത്രമല്ല, നിന്റെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഭൂമി മുഴുവൻ ഒരു നല്ല കാലമുണ്ടാകും. ആമേൻ. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? എപ്പോഴാണ് ഇതിങ്ങനെ ഒരെണ്ണം ഉണ്ടായത്? ഒരാൾ ടൗണിൽ കൂടെ 10 പ്രാവശ്യം നടന്നപ്പോഴല്ല, ഒരാളുടെ പ്രാർത്ഥനയിൽ സ്വർഗം പ്രസാദിച്ചപ്പോൾ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനിത് വിശ്വസിക്കുന്നു. ഞാനും നിങ്ങളും സാധാരണക്കാരും നിസ്സാരരും പാപികളുമാണ്. നമ്മളെല്ലാം ഒരുപോലെയാണ്. ഞാൻ അല്പം കയറ്റമുള്ളൊരു പ്രതലത്തിൽ നിൽക്കുന്നു എന്നതിൽ കവിഞ്ഞ് മറ്റു യോഗ്യത എനിക്കില്ല. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൻ്റെ മറുപടിയുണ്ട്. അടുത്തൊരു വാക്യമുണ്ട്, 9-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഒരാളുടെ പ്രാർത്ഥന സ്വർഗത്തോളം എത്തിയപ്പോൾ അടുത്ത വാക്യം നോക്കിക്കേ. നോഹയെയും പുത്രന്മാരെയും. എനിക്ക് ആ 2-ാമത്തെ വാക്കൊന്ന് വായിച്ചേ. നോഹയെയും പുത്രന്മാരെയും. ആ പ്രാർത്ഥിച്ചവന്റെ മക്കളിൽ വന്ന ഒരു അനുഗ്രഹം. ഹല്ലേലൂയ. ആ ബലി അർപ്പിച്ചവന്റെ, അതാ എഴുതിയിരിക്കുന്നത്, നോഹയെയും പുത്രന്മാരെയും. മക്കൾ. നോക്കൂ, ഒരു അനുഗ്രഹം തലമുറയിലേക്ക് കയറി വന്നത് എങ്ങനെയാ നോക്കൂ. ഒരാൾ ദൈവസന്നദ്ധിയിൽ ബലിപീഠമുണ്ടാക്കി പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയുടെ ഗന്ധം സ്വർഗത്തിലെത്തി. ദൈവം പ്രസാദിച്ചപ്പോൾ ആ വ്യക്തി ഉൾപ്പെടുന്ന കുടുംബത്തിൻ്റെ തലമുറകളിലേക്ക്, ആ ഭവനത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ ദൈവം അയക്കാൻ തുടങ്ങി. ആമേൻ. അതിന്ന് സംഭവിക്കുകയല്ലെന്ന് ആര് പറഞ്ഞു? ഇന്നും പ്രാർത്ഥിക്കുന്ന എന്നിലും നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും നമ്മുടെ കുടുംബത്തിലും അത് സംഭവിക്കും. ഹല്ലേലൂയ. അത് സംഭവിക്കും. ആമേൻ. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നും കൂടി ഓർത്തെ, നോഹയെയും പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട്. അപ്പോൾ ബലി പ്രാർത്ഥിച്ചവന്റെ കുടുംബത്തെ ദൈവം ശപിച്ചുകൊണ്ടല്ല പറഞ്ഞത്, അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ പറഞ്ഞു? ദൈവം പറഞ്ഞു സന്താന പുഷ്ടി. ഇനി അനുഗ്രഹമാണ്, ഇനി അനുഗ്രഹം കൊടുക്കുവാണ്. പ്രാർത്ഥിച്ചവന്റെ കുടുംബത്തെ ദൈവം ഓർത്തു. പ്രാർത്ഥിച്ചവന്റെ തലമുറയെ ദൈവം അനുഗ്രഹിച്ചു. ഭൂമിയുള്ളിടത്തോളം കാലം രാവും പകലും തണുപ്പും വേനലും വർഷവും എല്ലാം ഒരു ബ്ലോക്കുമില്ലാതെ അത് നടന്നുകൊണ്ടേയിരിക്കും. അത് നിനക്കൊരു നല്ല കാലം, പ്രാർത്ഥിക്കുന്ന നിനക്കൊരു നല്ല കാലം വരും. ആരാധിക്കുന്ന നിനക്കൊരു നല്ല കുടുംബജീവിതം ദൈവം തരും. ആരാധിക്കുന്ന നിനക്ക് നല്ല ഒരു ജോലി ദൈവം അനുഗ്രഹിച്ചു തരും. വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുന്ന നിനക്കാണ് ദൈവം അനുഗ്രഹങ്ങളെ ഒരുക്കി വച്ചിരിക്കുന്നത്. വിശ്വസിക്കണം. ആർക്കോ അല്ല, എവിടെയെങ്കിലും ഇരിക്കുന്നവർക്കല്ല, പ്രാർത്ഥിക്കുന്ന നിനക്ക്. അതുകൊണ്ടാണ് ഇന്ന് പറഞ്ഞത്, ഒരു ഉദ്ദിഷ്ട കാര്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ വചനം വിശ്വസിക്കുക, അത് നിനക്ക് സാധിച്ചു കിട്ടും. ഒരു ഉദ്ദിഷ്ട കാര്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആരാധിക്കാനും തുടങ്ങുക, അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഉണ്ടാകാൻ തുടങ്ങും. ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് അടുത്തൊരു അനുഗ്രഹിക്കപ്പെട്ട വചനം ശ്രദ്ധിക്കാൻ പോവാണ്. ഒന്ന് ഇരുന്നു കൊണ്ട് തന്നെ കണ്ണുകളടച്ച്, കർത്താവേ, ഇന്ന് ഈ വചനം കേൾക്കാൻ പോകുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. ഈ ജനം ഒത്തിരി ത്യാഗം സഹിച്ചാണ് ഈ ആലയത്തിൽ കയറി വന്നത്. എടുത്താൽ പൊങ്ങാത്ത സങ്കടങ്ങളുള്ളവരുണ്ട്, കരയുന്നവരുണ്ട്, നിർത്താതെ കരയുന്നവരുണ്ട്. കരഞ്ഞ് കരഞ്ഞ് അവരുടെ വസ്ത്രങ്ങളിൽ പോലും നനവ് പറ്റിയവരുണ്ട്. സങ്കടത്തോടെ വന്നിട്ട് ഒരു വാക്ക് പോലും പറയാതെ ഇറങ്ങിപ്പോയവരുണ്ട്. സങ്കടം കാരണം അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ലെന്ന്. അങ്ങനെയെങ്കിൽ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇനി കേൾക്കാൻ പോകുന്ന ഓരോ വാക്കുകളും ഒരനുഗ്രഹത്തിന്റെ തിരി കൊളുത്തുകയാണ്, ഒരനുഗ്രഹത്തിന് തുടക്കമിടുകയാണ്. സെപ്റ്റംബർ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച പ്രിയപ്പെട്ടവർ, ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ അനുഗ്രഹത്തിന്റെ തുടക്കം ദൈവം ഇടുന്ന ദിവസമാണ്. വിശ്വസിക്കുന്നു. ഈ ദിവസം നിങ്ങൾ മറന്നാലും ദൈവം മറക്കത്തില്ല. ഈ ദിവസം നിങ്ങൾ ഓർത്തില്ലേലും ദൈവം ഈ സമയം മറക്കത്തില്ല. നാളെ ഒരു 10 ദിവസം കഴിയുമ്പോൾ, ഒരു മാസം കഴിയുമ്പോൾ ഈ വന്നതും പോയതും എല്ലാം മറക്കും. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന, സമർപ്പിച്ച നിയോഗം ദൈവം മറക്കില്ല. ആരാധിച്ച നോഹയുടെ കുടുംബത്തെ ദൈവം ഓർത്തു, ദൈവം ഓർത്തു, ദൈവം അനുഗ്രഹിച്ചു. എപ്പോൾ ആരാധന ഉയർന്നപ്പോൾ, പ്രാർത്ഥന ഉയർന്നപ്പോൾ ആ കുടുംബത്തിലേക്ക് കയറി വന്നത് ശാപമല്ല, അനുഗ്രഹമാണ്. ഡിവൈൻ ബ്ലെസ്സിംഗ് ആണ്, ദൈവികമായ അനുഗ്രഹമാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് ഇരുന്നു കൊണ്ട് കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച്
ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, നോഹയെ പോലെ ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന പ്രിയപ്പെട്ടവർ എൻ്റെ മുമ്പിലുണ്ട്, എൻ്റെ കൺമുമ്പിലുണ്ട്. ഈ ജനത്തിന്റെ കണ്ണുനീരങ്ങ് തുടയ്ക്കണമേ. ഞങ്ങൾ ആത്മാർത്ഥതയോടെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ജനം കഷ്ടത്തിലുള്ളവരുണ്ട്, വേദന ചുമക്കുന്നവരുണ്ട്, എന്തു ചെയ്യണമെന്നറിയാതെ ഇരുട്ടിൽ തപ്പിത്തടയുന്നവരുണ്ട്. ഇവരുടെ ജീവിതത്തിനകത്ത് വിടുതലായി ഈ വചനം രൂപപ്പെടണമേ. ഇവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ഇത് വെളിപ്പെടണമേ. അത്ഭുതങ്ങൾ ഈ അന്തരീക്ഷത്തിൽ സംഭവിക്കണമേ. ഈ ജനത്തിന്റെ കണ്ണുനീര് കാണണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തു പറഞ്ഞാലും ഞാൻ ഈ പ്രസംഗിക്കാൻ പോകുന്ന ഈ വചനം നിങ്ങൾക്കൊരു ഭയങ്കര അനുഗ്രഹമാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതാണ് ഇങ്ങനെ എഴുതിക്കണം. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ തുടങ്ങും. ഞാനത് തെളിയിക്കാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് പോകത്തില്ല. അതെന്തിനാ പറഞ്ഞതെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം 1 മുതലുള്ള വാക്യമാണ്. സുപരിചിതമാണ്. ഒരു പ്രസംഗമായിട്ട് കേൾക്കരുത്. ഇതെൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവിന് കാരണമാകുന്ന ഒരു മെസ്സേജാണ്, ഒരു ദൂതാണ്. ഹല്ലേലൂയ. എന്താണ് ഹെഡിങ് എന്നറിയാമോ? 37 അധ്യായം അസ്ഥികളുടെ താഴ്വര. താഴ്വര, താഴ്വര എന്ന വാക്കിന് മറ്റൊരർത്ഥമുണ്ട്, കുഴി. അസ്ഥികൾ എന്ന് പറഞ്ഞാൽ വെറും എല്ലുകൾ. അസ്ഥികളുടെ താഴ്വര എന്ന് പറഞ്ഞാൽ എല്ലുകളുടെ കുഴി. അതിനകത്ത് മുഴുവൻ സാധ്യതയുള്ള ഒന്നുമില്ല. എല്ലാം എല്ലുകളും കൈമുട്ടും കാലിൻ്റെ എല്ലും കൈയുടെ എല്ലും നട്ടെല്ലും തലയോട്ടി മാത്രമുള്ള എല്ലുകൾ മാത്രമുള്ള ഒരു കുഴി. ഇതിനെപ്പറ്റി എന്നാ പ്രസംഗിക്കാനാ? ചിലർ പറയും, ഇതുപോലെ ഒരു താഴ്വരയിലാണച്ചോ ഇന്ന് ഞാനും എൻ്റെ കുടുംബവും ഉള്ളത്. പ്രതീക്ഷയ്ക്കൊരു സാധ്യതയില്ലാത്ത ഒരു വലിയ കുഴിക്കകത്ത്. ഇതിനകത്തുനിന്ന് പുറത്ത് കിടക്കാൻ പറ്റുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഒരു പ്രതീക്ഷയിലും വേണ്ടേ? അര സെക്കൻഡെങ്കിലും പ്രതീക്ഷയ്ക്ക് സാധ്യതയുള്ള എന്തേലും വേണ്ടേ? ചുമ്മാതെങ്ങനെയാ പറയുക? പക്ഷെ ഇന്ന് ദൈവവചനം നിന്നോട് പറയുവാണ്, പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാത്ത ഏത് കുഴിക്കകത്താണോ നിങ്ങളുള്ളത്, അവിടുന്ന് ഒരു സൈന്യത്തെ പോലെ ഉയർത്തിക്കൊണ്ടുവരാൻ, അവിടെ ഒരു അത്ഭുതമായി നിന്നെ പണിതുയർത്തിക്കൊണ്ടുവരാൻ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്ന ദിവസമാണിന്ന്. ഹല്ലേലൂയ. നിങ്ങൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ കുടുങ്ങി പോകത്തില്ല. ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ തകർന്നു പോകത്തില്ല. ആയിരിക്കുന്ന അവസ്ഥയിൽ എല്ലാം അവസാനിക്കത്തില്ല. അവിടെ നിന്നൊരു പുതിയ തുടക്കം ഇന്നുണ്ട്. ഹല്ലേലൂയ. ഒരു കരമുയർത്തി വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ശ്രദ്ധിച്ചു കേൾക്കാമോ? 1-ാമത്തെ വാക്യം വായിക്കുകയാണ്. കർത്താവിന്റെ കരം എൻ്റെ മേൽ വന്നു. ആരുടെ കരമാണ്? കർത്താവിന്റെ കരം. ദൈവത്തിന്റെ കരം എൻ്റെ മേൽ വന്നു. അതൊരു അനുഗ്രഹമാണ്. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ദൈവത്തിന്റെ കരം എൻ്റെ മേൽ വന്ന പോലെ. ഞാനിങ്ങനെ ഒരു സമയത്ത് കണ്ട ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നേ. അദ്ദേഹം എന്ത് കാര്യത്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടെ ഇങ്ങനെ കണ്ണൊക്കെ ഇറുക്കി പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുമ്പോൾ കണ്ടു ദൈവത്തിൻ്റെ കൈ അയാളുടെ ഈ ചങ്കിൻ്റെ ഭാഗത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഭാഗത്ത് എന്തെങ്കിലും വിഷമമുണ്ടോ? അപ്പോൾ പറഞ്ഞു, എനിക്ക് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുവാണ്, എനിക്ക് പ്രതിസന്ധി, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്കിതൊക്കെ പേടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കുന്ന ആ ചങ്കിൻ്റെ ഭാഗത്ത് ദൈവത്തിൻ്റെ കരം ചേർന്നിരിക്കുന്നതാണല്ലോ കണ്ടത്, ഒരത്ഭുതം കാണുമെന്ന്. ദൈവത്തിൻ്റെ കരം നിൻ്റെ മേൽ വരും. നിൻ്റെ തകർച്ചയുള്ള ആ സ്ഥലത്ത് ആരുടെ കരവും വന്നില്ലേലും നിങ്ങൾ വിചാരിക്കും ചേട്ടാനിയന്മാരെന്നെ സഹായിക്കും, നാട്ടുകാരെന്നെ സഹായിക്കും. ആരുടെ കരവും പ്രതീക്ഷിച്ച പോലെ വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ കരം നിന്റെ മേൽ വരും, നിന്റെ മേൽ വരും, നിന്റെ മക്കളുടെ മേൽ വരും, കുടുംബത്തിന്റെ മേൽ വരും. വചനം പറഞ്ഞ് വായിക്കുകയാണ്, ദൈവത്തിന്റെ കരം എൻ്റെ മേൽ വന്നു. അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. എവിടെ കൊണ്ടുവന്നാ നിർത്തിയത്? അസ്ഥികളുടെ കുഴിയുടെ സൊട്ട് സൈഡിൽ കൊണ്ട് നിർത്തി. നിങ്ങൾ ചിലർ ചോദിക്കില്ലേ, എന്നെ എന്തിനാ ഈ വീട്ടിലോട്ട് ഇങ്ങോട്ട് വന്നത്? എനിക്ക് ഈ വീട്ടിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നല്ലോ. ഈ അസ്ഥിക്കുഴി കിടക്കണ ഈ അസ്ഥിക്കുഴിയുടെ സാഹചര്യമാണ് ഇന്നെൻ്റെ വീടിന് ഒരു സന്തോഷമില്ല, ഒരു സമാധാനമില്ല. ഞാനതിൻ്റെ എന്തിനാ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ചില കാര്യങ്ങളെ അനുഗ്രഹമാക്കാനാ
ദൈവം നിന്നെ അവിടെ നിർത്തിയിരിക്കുന്നത്. ഒന്നും യാദൃശ്ചികമല്ല. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ വന്നു, എന്തിനാ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഞാനിതൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്, എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ലെന്ന് അങ്ങേക്കറിയാലോ, നിനക്കറിയാലോ, എനിക്കിതിലൊന്നും സാരമില്ല. ഇന്നും ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ചില അത്ഭുതങ്ങൾ കാണിക്കാനും അത്ഭുതങ്ങൾ അനുഭവിക്കാൻ ഇടയാക്കാനുമാണ്. അല്ലെങ്കിൽ ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കാൻ സാധ്യതയില്ലായിരുന്നു. ഈ വചനം ദൂരെ നിന്ന് ഈ ക്യാമറയുടെ സഹായത്തോടെ ചിലർ കേൾക്കും, ചില വീടുകളിലിരുന്ന് കേൾക്കും, ചില ദേശങ്ങളിലിരുന്ന് കേൾക്കും. അത് അവർക്കൊരു വിടുതലിന് കാരണമാകും. അസ്ഥിയുടെ സമീപത്ത് കൊണ്ട്, അസ്ഥിയുടെ താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. സങ്കടത്തിന്റെ താഴ്വരയിലുള്ളവരുണ്ട്, പരാജയത്തിന്റെ താഴ്വരയിലുള്ളവരുണ്ട്, മനസ്സും മടുത്തവരും മനസ്സിടിഞ്ഞവരും ഈ കൂട്ടത്തിലുണ്ട്. അന്ന് അവിടെ കൊണ്ടുവന്ന് നിർത്തി. അടുത്ത വാക്യം, അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി. എന്തിന്റെ ചുറ്റും നടത്തി? വരണ്ടുണങ്ങിയ സ്ഥലത്ത്. ഇനി ഈ അസ്ഥിക്കുഴിയുടെ ഒരു പ്രത്യേകതയുണ്ട്. ഒന്നും ഓർഡറല്ല. കൈയുടെ എല്ലുള്ളിടത്ത് കാലിൻ്റെ എല്ലില്ല, കാലിൻ്റെ എല്ലും കൈയുടെ എല്ലും ഉള്ളിടത്ത് തലയോട്ടിയില്ല, തലയോട്ടി ഉള്ളിടത്തും കാലിൻ്റെ എല്ലുള്ളിടത്തും നട്ടലിൻ്റെ ഭാഗമില്ല. ഇതിപ്പോൾ ആരുടെ എല്ലാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. ഇതെല്ലാം കൂടെ ചിതറി കിടക്കുവാണ് ഒരു കുഴിക്കകത്ത്. കുറേ തലയോട്ടി അപ്പുറത്ത്, കുറേ കൈയുടെ എല്ല്, കാലിൻ്റെ എല്ല്, നട്ടലിൻ്റെ ഭാഗം, ഇതെല്ലാം കൂടെ നിറഞ്ഞു നിൽക്കുന്നൊരു കുഴി, സാധ്യതയില്ലാത്തൊരു സ്ഥലം. എന്നിട്ട് അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട്, അവയുടെ പ്രത്യേകത, അവ വളരെയേറെ ഉണ്ടായിരുന്നു. 1-2 അസ്ഥികളും തലയോട്ടിയല്ല, ഒരുപാട് മനുഷ്യരുടെ അസ്ഥികൾ കൂടി ഒരു കുഴി കിടക്കുന്നു. ധാരാളം ഉണ്ടായിരുന്നു. അവ ഉണങ്ങി വരണ്ടിരുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. എങ്ങനെയിരുന്നു? ഉണങ്ങി വരണ്ടിരുന്നു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചവരുടെ അസ്ഥികളാണ്. അതെങ്ങനെയിരുന്നു? ഉണങ്ങി വരണ്ട്. ജീവിതവും അങ്ങനെയുള്ളവരുണ്ട്. എങ്ങനെ? വരണ്ടുണങ്ങിയവർ, സാമ്പത്തികം വരണ്ടുണങ്ങിപ്പോയവർ, കുടുംബജീവിതം എന്നും വഴക്ക്, എന്നും പ്രശ്നം, വരണ്ടുണങ്ങിയവർ. നിങ്ങളിൽ ആ ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇന്ന് ആരംഭിക്കുന്നത്. വിശ്വാസം നഷ്ടപ്പെട്ട് വരണ്ടുണങ്ങിയ മനസ്സുള്ളവരുണ്ട്, തലമുറയുണ്ട്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ ചിലരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് വിശ്വാസമില്ല, വരണ്ടുണങ്ങിപ്പോയി മനസ്സ്, അവർക്ക് പ്രാർത്ഥനയില്ല. പ്രാർത്ഥിക്കുമ്പോൾ എഴുന്നേറ്റ് പോകും. വരണ്ടുണങ്ങിയ മനസ്സുള്ളവർ, വരണ്ടുണങ്ങിയ വിശ്വാസ ജീവിതമുള്ളവർ, വരണ്ടുണങ്ങിയ സാമ്പത്തികമുള്ളവർ, ഇന്ന് ദൈവം നിങ്ങളിൽ ഒരു പുതിയ കാര്യം ചെയ്യാൻ പോവുകയാണ്. അത് വിശ്വസിച്ചുകൊണ്ടത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത കാര്യം ശ്രദ്ധിക്കാൻ പോവുകയാണ്. 3-ാമത്തെ വാക്യം, അവിടുന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ദൈവം എസക്കിയേലിനോട് ചോദിച്ചു. എന്നാ ചോദിച്ചത്? മനുഷ്യപുത്ര, സഹോദര, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ? എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാ ചോദിച്ചെന്ന്. ശ്രദ്ധിക്കാമോ? എന്തിനെ നോക്കിയിട്ടാ ചോദിച്ചത്? കുഴി കിടക്കുന്ന അസ്ഥികളെ നോക്കിയിട്ട്. എപ്പോഴോ മരിച്ചുപോയ മനുഷ്യൻ്റെ എല്ലുകളാണ്, അത് ഉണങ്ങി വരണ്ട് കിടക്കുവാണ്. സാധ്യതകൾക്ക് ഒരു തരി സാധ്യതയില്ല. ആ സ്ഥലത്ത് നിന്ന് ചോദിക്കുവാണ്, എസക്കിയേലേ, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇതിനൊരു ഭാവിയുണ്ടോ? എന്താ നിങ്ങളുടെ മനസ്സിൽ വന്നത്? ഒരു ഭാവിയില്ല. എന്നാ വർത്താനാ പറയുന്നത്? സത്യമാണ്. ഇന്ന് ജീവിതത്തെ നോക്കിയിട്ട് നിങ്ങൾക്ക് സന്തോഷമല്ല, നിരാശയുള്ളവരുണ്ട്. ഓ, എൻ്റെ ജീവിതം നന്നാകാൻ പോവുകയില്ല, ഇതൊക്കെ തകർന്നു പോയി, എൻ്റെ കുടുംബം നാല് വഴിക്കായി പോയി. സാരമില്ല, ഇന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തെ, ജീവിതത്തെ ദൈവം തമ്പുരാൻ പുതുക്കി പണിയും. ദൈവത്തിന്റെ കരം നിന്റെ കൂടെയുള്ളത് നിന്നെ തകർന്നിടത്തു നിന്ന് കുറച്ചുകൂടെ തകർക്കാനല്ല, തകർന്നിട ഇടത്തു നിന്ന് പുതുക്കി പണിയാനാണ്. എന്നെ എന്തിനാ ഈ ആലയത്തിൽ കൊണ്ടുവന്നത്? വേറെ എത്രയോ പ്രാർത്ഥനാലയങ്ങൾ ഈ നാട്ടിലും ഈ ദേശത്തും ഉണ്ടായിരുന്നു. എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? നിന്നെ പുതുക്കി പണിയാനാണ്. തകർന്ന് കിടക്കുന്ന പോലെ കിടക്കട്ടെ, പോയിടത്തോളം പോകട്ടെ എന്ന് ദൈവത്തിന്റെ അതല്ല പദ്ധതി. നിന്നെ പുതുക്കി പണിയണമെന്നുള്ളതാ ദൈവത്തിന്റെ പദ്ധതി. നിന്റെ കുടുംബജീവിതം തകർന്നു പോകാതിരിക്കാനാ ദൈവം ഇവിടെ കൊണ്ടുവന്നേ. നിന്റെ ജീവിതത്തിൽ നിന്റെ രോഗത്തിന്റെ മേലൊരു സൗഖ്യം ഉണ്ടാക്കി പുതുക്കി പണിയാനാ ദൈവം ഇവിടെ കൊണ്ടുവന്നത്. നിന്റെ വിശ്വാസ ജീവിതം തകർന്നു പോകാതെ പുതുക്കി പണിയാനാ ദൈവം തന്റെ ആത്മാവിനാൽ എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയത്. എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയത്, എന്നെ ഇവിടെ പ്രാർത്ഥിക്കാൻ പ്രചോദിപ്പിച്ചത്, ഈ വചനപ്രഘോഷണം കേൾക്കാൻ കാരണം ദൈവത്തിന്റെ സ്വരം നിങ്ങൾ കേൾക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിച്ചത് കൊണ്ടാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഓരോ ശബ്ദം ഉയർത്തി, കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കണം, ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അടുത്ത കാര്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ എസക്കിയേൽ നോക്കിയിട്ട് പറഞ്ഞു, ഇതൊന്നും ജീവിക്കാനൊന്നും സാധ്യതയില്ല, ഇതൊക്കെ എല്ലായി പോയില്ലേ, എവിടുന്ന് ഇനി ജീവിക്കാനാണ്? ഇനി എങ്ങനെ ശരിയാകാനാണ്? ഇനി തകർന്നു കിടക്കുവാണ്.
അപ്പോൾ അടുത്ത കാര്യം ശ്രദ്ധിക്കണം, 4-ാമത്തെ വാക്യം. അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു. ഇനി ശ്രദ്ധിക്കണേ, ശ്രദ്ധിച്ചു കേൾക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ എസെക്കിയേൽ നിൽക്കുന്നത് എവിടെയാണ്? അസ്ഥികളുടെ ഒരു കുഴിയുടെ ഇപ്പുറത്താണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അസ്ഥികളെയാണ്, വെറും എല്ലുകളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് 4-ാമത്തെ വാക്യം പ്രവാചകനോട് പറയുകയാണ്, അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക, നീ പറയണം, നീ പ്രവചിക്കണം. ഈ അസ്ഥികളോടോ? അതിന് കണ്ണ്, മൂക്ക്, ചെവിയില്ല, ഞാൻ എന്നാ പറയാനാ? അങ്ങനെ പറയല്. നീ അസ്ഥികളോട് വാ കൊണ്ട് പറയണം, പ്രവചിക്കണം. ദൈവമേ, അതെന്തിന് ഈ കുഴി കിടക്കണ എല്ലിനോട് പറയണം? വേണം ഞാൻ അപ്പുറത്തൊരു ഓഡിറ്റോറിയം കൊണ്ടുപോകാം, ഞാൻ 100 പേരെ ഞാൻ പ്രസംഗിക്കാം. പക്ഷേ ഈ കുഴി കിടക്കുന്ന എല്ലിനോട് എന്നാ പറയാനാ? പക്ഷെ നീ പറയാൻ തുടങ്ങിയാൽ നീ പറഞ്ഞത് അതിനോട് ചേരാൻ തുടങ്ങും. ആമേൻ. പ്രവചിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാ? നാളെയെക്കുറിച്ച് പറയാനാ പറഞ്ഞേ. പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ നീ നോക്കിയിട്ട് പറയും, ഈ കുടുംബം അനുഗ്രഹമാകും, നിന്റെ ഭാവി മനോഹരമാകും. ഇന്ന് ഞാൻ ചില മാതാപിതാക്കളോട് പറഞ്ഞ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ തൊട്ടു. ദൈവം എന്ന വാക്കാണ്, മക്കൾക്ക് കിട്ടുന്ന നന്മ കൊണ്ട് നിന്റെ വീട് അനുഗ്രഹമാകുമെന്ന് ദൈവ സന്ദേശം കൊടുത്ത അപ്പനും അമ്മയും ഇതിനകത്ത് ഇരിപ്പുണ്ട്. മക്കൾക്ക് കിട്ടുന്ന നന്മ കൊണ്ട് നിന്റെ വീട് അലങ്കൃതമാകും. അസ്ഥികളോട് പ്രവചിക്കാൻ പറഞ്ഞു. എന്നാ പ്രവചിക്കാൻ പറഞ്ഞത്? വരണ്ട അസ്ഥികളെ വിളിക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ എന്ന് വിളിക്കുന്നല്ലോ, വരണ്ട അസ്ഥികളെ, ജീവനില്ലാതെ കിടക്കുക എല്ലാം, വരണ്ട അസ്ഥികളെ, ഉണങ്ങിയ അസ്ഥികളെ, കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. അതിന് ചെവിയില്ല, ബുദ്ധിയില്ല, എല്ലാം ചീഞ്ഞു പോയി. കണ്ണില്ല, മൂക്കില്ല, വെറും ആ ഭാഗത്തൊക്കെ ഓരോ തുളയുള്ളൂ, വലിയ ദ്വാരമേ ഉള്ളൂ. അപ്പോഴും പറയാം, നീ പറ. ഈ തകർന്ന സാഹചര്യത്തെ നോക്കിയിട്ട് നീ പ്രവചിക്ക്, വിശ്വാസത്തിൽ പറ. ഇതൊന്ന് നടക്കണം. ഇത് കേട്ടേച്ച് പോവല്ലേ. ഒന്നുമില്ലാത്ത സാഹചര്യത്തെ നോക്കി വിശ്വാസത്തിൽ പറയണം, കുഞ്ഞെ നിനക്ക് നല്ലത് വരും, നിന്റെ ജീവിതം അനുഗ്രഹമാകും, നീ എന്തോ ഒരു കാര്യം പുതിയതായിട്ട് പഠിക്കും, ഏതോ ഒരു വള്ളിയിൽ നീ പിടിച്ചു കയറി രക്ഷപ്പെടും, നിനക്ക് നന്മ വരും. നീ പ്രവചിക്ക്. അതാ എൻ്റെ ഡ്യൂട്ടി, അതാ പാടുന്നവൻ്റെ ഡ്യൂട്ടി, അതാ കൗൺസിലിൻ്റെ ഡ്യൂട്ടി. എസെക്കിയേൽ, നീ പ്രവചിക്ക്. ആ മനുഷ്യൻ വിഷമിച്ചിരിക്കുക, നീ പറ. ബന്ധനമാ, തടസ്സമാ, തകർച്ചയാ, രക്ഷപ്പെടാൻ സാധ്യതയില്ല, അതല്ല പറയേണ്ടത്. നീ പ്രവചിക്ക്, നീ പറ, അനുഗ്രഹമാകുമെന്ന് പറ. പറയിപ്പിക്കേണ്ടവനെ കൊണ്ട് ദൈവം പറയിപ്പിക്കുന്നത് കണ്ടോ? പ്രവചിക്കുക. വരണ്ട അസ്ഥികളെ, കർത്താവിന്റെ വചനം ശ്രവിക്കുവിനെന്ന് അവയോട് പറയുക. അസ്ഥികളോട് പറയുവാണ്, ഈ ദൈവത്തിന്റെ വചനം കേൾക്കാൻ പറ, ദൈവത്തിന്റെ വചനം കേൾക്കാൻ പറ. ആരോട്? എല്ലിനോട്. മനസ്സിലാകുന്നോ? എല്ലിനോട്. അടുത്ത വാക്യം ശ്രദ്ധിക്കണേ, ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുൾ ചെയ്യുന്നു. അപ്പോൾ അസ്ഥികളോടും ദൈവത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളിവിടെ ഇരിക്കുന്നത് ചിന്തിക്കുവാണല്ലോ, എൻ്റെ കുടുംബം തകർന്നു പോയല്ലോ, ആ തകർച്ചയെ നോക്കി ദൈവത്തിന് ചിലത് പറയാനുണ്ട്. അത് കേൾക്കാൻ എവിടെ വന്നത്? എൻ്റെ മക്കൾ വിശ്വാസത്തിനൊക്കെ അകലെയാണല്ലോ, ആ സാഹചര്യത്തെ നോക്കി ദൈവത്തിന് ചില കാര്യങ്ങൾ അരുളി ചെയ്യാനുണ്ട്. അയ്യോ, എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വല്ലാണ്ട് കൂടി, കടബാധ്യതയാണ്, ജപ്തിയുടെ വക്കിലാണ്. ആ തകർന്ന സാഹചര്യത്തെ നോക്കി ദൈവത്തിന് എന്തോ ഒരു കാര്യം പറയാനുണ്ട്. അതിനാ ഇവിടെ കൊണ്ട് ഇരുത്തിയത്, അതിനാ ഇത് കേൾക്കാൻ ഇട വന്നത്. ദൈവത്തിന് ഈ തകർച്ചയെ നോക്കിയിട്ട് എന്തോ ഒരു കാര്യം നിന്നോട് പറയാൻ, അത് കേട്ടേച്ചേ പോകാവൂ. ഇടയ്ക്ക് വെച്ച് നിർത്തി പോവല്ലേ, അത് കേട്ടേച്ചേ പോകാവുള്ളൂ. അസ്ഥികളോട് എന്തോ ഒരു കാര്യം പറയാനുണ്ട്. വരണ്ട അസ്ഥികളെ, കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും. ഈ കുഴി കിടക്കുന്ന ആ അസ്ഥികളോട് പറയുവാ, നിന്റെ അകത്ത് ജീവൻ വരുമെന്ന്. ഹല്ലേലൂയ. അതാ എനിക്കും പറയാനുള്ളത്. ഈ മൈക്കിന്റെ സഹായത്തോടെ തകർന്ന ജീവിതത്തെ നോക്കിയിട്ട് പറയട്ടെ, അതിനകത്തൊരു ജീവൻ വരും. ആമേൻ. ആ ഒരു പ്രശ്നത്തെ നോക്കിയിട്ട് പറയട്ടെ, അതിനകത്തൊരു വിടുതൽ വരും. ഹല്ലേലൂയ. അതിനകത്ത് ദൈവകരം പ്രവർത്തിക്കും. വിശ്വസിക്കുന്നു. ആ വ്യക്തി മാറി വരും. ആമേൻ. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഹല്ലേലൂയ. എങ്ങനെ അറിഞ്ഞു? ദൈവം അത് പറയിപ്പിക്കുന്നു. ആമേൻ. ആമേൻ. വരണ്ട അസ്ഥികളെ ദൈവത്തിന്റെ ജീവൻ വരും. അപ്പോൾ അത് മാറാൻ തുടങ്ങും. അത് മാറാൻ തുടങ്ങും. അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. വിശ്വസിക്കുന്നെങ്കിൽ ഒന്ന് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതങ്ങളെ നോക്കി പ്രവചിക്കാനാ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത്. നിന്റെ അടുത്ത് വരുന്നവനെ ശപിക്കാനല്ല എന്നോട് പറഞ്ഞിരിക്കുന്നത്. നിന്റെ അടുത്ത് വരുന്നവനെ കരയിപ്പിക്കാനല്ല എന്നോട് പറഞ്ഞത്. നിന്റെ അടുത്ത് വരുന്നവനെ ദുഃഖിപ്പിക്കാനല്ല. പ്രവചിക്കുക.
ഒരു സാധ്യതയില്ലേലും നീ ദൈവനാമത്തിൽ പറഞ്ഞോണം, അവർ അനുഗ്രഹിക്കപ്പെടുന്നു. അവരുടെ ജീവിതം ആ വാക്കിൽ മാറാൻ തുടങ്ങും. പ്രവചിക്കുക, പ്രവചിക്കണം. നിങ്ങൾ മാതാപിതാക്കൾ, അപ്പനും അമ്മയൊക്കെ ഇരിപ്പുണ്ട്, പ്രവചിച്ചോണം. ദൈവത്തിൻ്റെ വാക്കിൽ, ദൈവത്തിൻ്റെ വിശ്വാസം പറയണം, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. പ്രവചിക്കുകയാണ്, വിശ്വാസത്തിൽ പറയുവാണ്, വിശ്വാസത്തിൽ പറയുവാണ്. ഇല്ലാത്തത് അവിടെ വരും. ആ ദാരിദ്ര്യം മാറും, ആ കഷ്ടത മാറും, ആ തടസ്സം മാറും. അത് ദൈവനാമത്തിൽ വിശ്വാസത്തിൽ പ്രവചിക്കുക, അത് അനുഗ്രഹമാകാൻ തുടങ്ങും. ഹല്ലേലൂയ. അടുത്ത കാര്യം കേട്ടോണം. ഇങ്ങനെ പറഞ്ഞിട്ട് ഗുണമുണ്ടായോ എന്ന് പറയാൻ പോവുകയാണ്. അടുത്ത വാക്യം, നിങ്ങൾ ജീവിക്കും, നിങ്ങൾ ജീവിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതം വിടുതലിലേക്ക് ആരംഭിക്കും. അടുത്ത വാക്യം, 9-ാമത്തെ വാക്യം, മനുഷ്യപുത്ര, അല്ലല്ല, 6-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളുടെ മേൽ, ആരുടെ മേൽ? ഈ കിടക്കുന്ന അസ്ഥികളുടെ മേൽ ഞരമ്പുകൾ വെച്ച്, ഞരമ്പ് എവിടുന്നോ ഞരമ്പ് കൊണ്ടുവന്ന് ഇതേ വച്ച് പിടിപ്പിക്കൂന്ന്. എന്തു ചെയ്യുമ്പം? എസെക്കിയേലോട് പറഞ്ഞു, നീ വിശ്വാസത്തിന്റെ വാക്കു പറ, ഇല്ലാത്തത് അവിടെ വച്ച് ചേർന്ന് വരാൻ തുടങ്ങും. അതേ ഞരമ്പൊന്നുമില്ല, അതൊക്കെ ചീഞ്ഞു പോയി, അതൊക്കെ പുഴുതുന്നു പോയി, അതൊക്കെ മണ്ണോട് മണ്ണായി. പക്ഷെ പ്രവാചകനോട് പറയുക, നീ പ്രവചിക്കാൻ തുടങ്ങുമ്പോൾ ആ അസ്ഥിയുടെ മേൽ ഞാൻ ഞരമ്പിനെ ഇങ്ങനെ ചേർത്ത് പിടിപ്പിക്കുന്നു. ചിന്തിക്കാൻ പറ്റുന്നു അത്? ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തത് തന്നെ സന്തോഷമാണോ? നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആ സന്തോഷത്തെ ദൈവം നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് പിടിപ്പിക്കാൻ തുടങ്ങും. ഇന്ന് നിങ്ങൾക്ക് ദാരിദ്ര്യമാണ്, അത് മാറും. ഒരു അനുഗ്രഹം ദൈവം ചേർത്ത്, ആ വാക്കതിനകത്തുണ്ടോ? ആ വാക്കതിനകത്തുണ്ടോ? ചേർത്ത് പിടിപ്പിക്കും. ഞാൻ നിങ്ങളുടെ മേൽ, ഒന്ന് വായിച്ചേ, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വച്ചു പിടിപ്പിക്കുന്നു. എറിഞ്ഞു പിടിപ്പിക്കുന്നല്ല, ചേർത്ത് വച്ചു പിടിപ്പിക്കും. ചില നന്മകൾ നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് പിടിപ്പിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞേ. അല്ല, ഞാൻ എന്തിനാ ഈ മണിക്കൂറോളം ഈ ആവിയും പരവേശവും ഒക്കെ ഇരിക്കുന്നത്? ഇതിനകത്ത് കുത്തിപ്പിടിച്ചിരിക്കാൻ കാരണം ദൈവത്തിന്റെ നന്മകൾ ദൈവം ചേർത്ത് പിടിപ്പിക്കും. നീ വിശ്വാസത്തിൽ പറ, ഇല്ലാത്ത ഉണ്ടായി വരാൻ തുടങ്ങും. വിശ്വാസത്തിൽ പറ, അത് പറയാനുള്ള വിശ്വാസം വേണം. അസ്ഥികളെ നോക്കിയിട്ട് എസെക്കിയേൽ പറഞ്ഞു, ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല, ഇതൊക്കെ പല കഷ്ണങ്ങളായി പോയി, ഇത് എങ്ങനെ ശരിയാകാനാ? ഇതൊന്നുമല്ല പറയാൻ പറഞ്ഞു. നമ്മളാണെ പറയും, ഇതൊക്കെ എല്ലാം ഇത് കൊണ്ടുപോയി ആ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുക, തെങ്ങിന് വളമാക്കിയിടാം, കവുങ്ങിന് വളമായിട്ടിടാം, അല്ലെങ്കിൽ നെല്ലിന് ഗോതമ്പിന് വളമായിട്ടിടാം, എല്ലിന് വളമാകുമെന്നല്ല പറഞ്ഞത്. ജീവൻ വരും, ഞരമ്പ് വരും, മാംസം വരും, ജീവൻ ഇത് ഉയർത്തെഴുന്നേക്കൂന്നാ പ്രവചിച്ചത്. എന്താണോ വാ കൊണ്ട് വിശ്വാസത്തിൽ പറഞ്ഞത്, അത് താഴെ കുഴിക്കകത്ത് യാഥാർത്ഥ്യമാകാൻ തുടങ്ങി. അന്ന് അത് യാഥാർത്ഥ്യമായത് ഒരു കുഴിക്കകത്താണെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, ചിലത് നിങ്ങളുടെ ജീവിതത്തിനകത്തും വീടിന്റെ അകത്തും യാഥാർത്ഥ്യമാകാൻ തുടങ്ങും. ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ, വിശ്വസിച്ച് മനസ്സിലായവര് പറഞ്ഞേ ഹല്ലേലൂയ. വച്ച് പിടിപ്പിക്കും. എൻ്റെ ജീവിതത്തോട് ചേർത്ത് പറഞ്ഞാൽ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചില ശുശ്രൂഷകൾ ചെയ്യാനുള്ള അഭിഷേകത്തെ ദൈവം എൻ്റെ ജീവിതത്തോട് ചേർത്ത് വച്ച് പിടിപ്പിക്കും. തോട്ടത്തിൽ പൂക്കളൊക്കെ ചെടികളൊക്കെ വച്ച് പിടിപ്പിക്കാറില്ലേ? വളവിട്ട് വെയിൽ കൊള്ളുമ്പോൾ വാടിപ്പോകാതെ സൈഡൊക്കെ കെട്ടി. ഇതുപോലെ ദൈവം പറയുക, നീ വിശ്വാസത്തിൻ്റെ വാക്ക് പറയുമ്പം ദൈവം ചില നന്മകളെ വച്ച് പിടിപ്പിക്കും, ചേർത്ത് വയ്ക്കും. എറിഞ്ഞു പിടിപ്പിക്കുന്നല്ല, വച്ച് പിടിപ്പിക്കും. ഹല്ലേലൂയ. അടുത്ത വാക്ക് വായിച്ചേ, മാംസം വളർത്തുകയും. മാംസം വളർത്തും. എപ്പം? മാംസം വളർത്തും, ജീവിതത്തെ വളർത്തും. ദൈവം ജീവിതത്തെ വളർത്തും, തകർക്കുന്നല്ല, വളർത്തും. നമ്മുടെ കൂടെയുള്ള 100 പേരുണ്ടെങ്കിൽ 95 പേരും തളർത്തും, 5 പേരും പോലും കാണത്തില്ല വളർത്തുന്നവർ. പക്ഷെ കൂടെ നിൽക്കുന്ന ദൈവം എന്തെന്നറിയോ? നിന്നെ വളർത്തുന്ന ദൈവമാണ്. നിന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി തന്നു വളർത്തുന്ന ദൈവമാണ്. എത്ര പേരുണ്ട് അങ്ങനെ എല്ലാത്തിനും അസൂയ പറഞ്ഞും കുശുമ്പ് പറഞ്ഞും ഉണക്കുന്നവരല്ലേ കൂടുതൽ? നെഗറ്റീവ് പറഞ്ഞും. ഒരാൾ പറഞ്ഞതുപോലെ വേറൊരാൾ തകരുമ്പോൾ എന്തോ ഒരു ആവേശമാ മനസ്സിന്. വേറൊരാൾ ഒന്ന് മോശമാകുമ്പോൾ, ഒന്ന് തകരുമ്പോൾ എന്തൊരു ആഘോഷമാ. ആ ആവേശം ദൈവത്തിന്റെ വാക്കറിയാൻ ഉണ്ടായിരുന്ന പണ്ടേക്ക് വേണ്ട നീ രക്ഷപ്പെട്ടേന്. വേറൊരാൾ തകരുമ്പോഴും പരാജയപ്പെടുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ആവേശമുണ്ട്, ഒരു സന്തോഷത്തിൻ്റെ ഒരു ഉയർച്ച. അതിന് 4-1 മതിയായിരുന്നു ഈ ദൈവത്തിന്റെ വാക്കറിയാൻ നീ പണ്ടേക്ക് പണ്ടേ രക്ഷപ്പെട്ടേന്. ഇന്നും അങ്ങനാണ്. ഒരാളങ്ങോട്ട് താഴോട്ട് പോകുമ്പോൾ എന്തോ ഒരു ആവേശവും സന്തോഷമാണെന്നറിയാം. കൂടെ നിൽക്കുന്നവനൊക്കെ അപ്പുറത്തേക്ക് മാറി കൈകൊട്ടിയാ ചിരിക്കണത്. ഒരാളുടെ തകർച്ചയിൽ
അത് കണ്ട് അത് സന്തോഷിക്കാനുള്ള ആവേശം, അതിന് 4-1 മതി. ദൈവത്തെ അറിയാനുള്ള ആവേശം മതി, രക്ഷപ്പെടാൻ തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചേ, വളർത്തൂന്ന് ആ വാക്കൊന്ന് പറഞ്ഞേ, വളർത്തും. വളർത്തും. ആരാണ് ദൈവം എന്നറിയാമോ? എന്നെ വളർത്തുന്നവനാണ് ദൈവം. ആമേൻ. എൻ്റെ കുടുംബത്തെ തകർക്കുന്നവരെ എനിക്കറിയാം, പക്ഷെ വളർത്തുന്ന ദൈവത്തെ മറക്കാതെ ധ്യാനിക്കാതെ പോവല്ലേ. എൻ്റെ ദൈവം ആരാണ്? നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങൾ ഏത് സഭയിൽപ്പെട്ട ആളാകട്ടെ, ഏത് മതത്തിൽപ്പെട്ട ഒരാളാകട്ടെ, ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ ദൈവം നിങ്ങളെ വളർത്തുന്ന ദൈവമാണ്. നിങ്ങളെ വളർത്തുന്ന ദൈവമാണ്. ഇത് മറക്കരുത്. ഈ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. വളർത്തുന്ന ദൈവം, വളർത്തുന്ന ദൈവം. ഞരമ്പിനെ വച്ചു പിടിപ്പിച്ചു, മാംസത്തെ വച്ചു പിടിപ്പിക്കുകയല്ല ചെയ്തേ, മാംസത്തെ വളർത്തി. ചിലതിനെ വച്ചു പിടിപ്പിക്കും, ചിലതിനെ വളർത്തും. അടുത്തത് ചർമ്മം പൊതിയുകയും, ചർമ്മം കൊണ്ട് പൊതിയുകയും, നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ അകത്ത് മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. അടുത്തത് സെക്കൻഡ് പാർട്ടാണ്, 2ാം ഭാഗമാണ്. പ്രവാചകൻ ഇതെല്ലാം കേട്ടിട്ട് 7ാമത്തെ വാക്യം വായിക്കാൻ പോവുകയാണ്. പക്ഷെ അത് കേൾക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ക്ഷീണമൊക്കെ വരും. ഈ വചനം പിശാച് എങ്ങനെയാലും നിങ്ങളെ കേൾപ്പിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കും. കാരണം നിങ്ങളിൽ പിശാചിനുള്ള പദ്ധതി എന്നാന്ന് ചോദിച്ചാൽ നിങ്ങളെ ഇഞ്ചിഞ്ചായിട്ട് തകർക്കണം എന്നുള്ളതാണ്. പിശാചിൻ്റെ പ്ലാൻ എന്നാണെന്നറിയാമോ? ഒറ്റയടിക്ക് തകർക്കാനല്ല, ഇഞ്ചിഞ്ചായിട്ട്. ചിലരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അറിയാം എവിടെയാണ് പിശാച് അവനെ ബന്ധിച്ചിട്ടിരിക്കുന്നതെന്ന്, എവിടെയാണ് ആ വ്യക്തിക്ക് വിടുതൽ വേണ്ടെന്ന് അറിയാൻ പറ്റും. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിടുതൽ ആവശ്യമാണ്. പിശാച് ഇഞ്ചിഞ്ചായി ഒരു കുഞ്ഞിനെ തകർക്കാൻ പാടില്ല. ഇവിടെ വന്ന് ഈ വചനം കേൾക്കുന്ന ഒരാളുടെയും ജീവിതത്തെ പിശാചിനെ തകർക്കാനോ തൊടാനോ സാധിക്കാത്ത വിധം ചില അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം പൊതിയുന്ന സഹായമാണ്. ചിലതിനെ സംരക്ഷിക്കും, ചിലതിനെ പൊതിയും, ചിലതിനെ വച്ചു പിടിപ്പിക്കും, ചിലതിനെ വളർത്തും. ഇതൊക്കെ ദൈവം ചെയ്യും. ഇത് 2000 വർഷം മുമ്പ് ഒരു കുഴി ചെയ്ത കാര്യമല്ല. ഇന്നും പ്രാർത്ഥിക്കുന്നവനിൽ ദൈവം ഇത് ചെയ്യാൻ തുടങ്ങും. ഇതാണ് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ദൈവപ്രവൃത്തികളും ആ കൂട്ടത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. ഒന്ന് കരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. അടുത്ത കാര്യം ഇനി ശ്രദ്ധിക്കണം. 7ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. എന്നോട് എൻ്റെ ദൈവം എന്താണോ പറഞ്ഞത് അത് ഞാൻ പറയാൻ തുടങ്ങി. അത് മാത്രമേ ഞാനും ചെയ്യുന്നുള്ളൂ, നിങ്ങളും ചെയ്യാവൂ. ദൈവം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കണം. എസെക്കിയേൽ എന്നാ ചെയ്തെന്നറിയാമോ? അടുത്ത കാര്യം വായിക്കണേ, അടുത്ത കാര്യം ശ്രദ്ധിക്കണേ. ഞാൻ പ്രവചിച്ചപ്പോൾ, ഞാൻ പറഞ്ഞപ്പോൾ. കഴിഞ്ഞ ആഴ്ച ചിലർ കേട്ടില്ലേ, പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു, കേട്ടില്ലേ? പറഞ്ഞു പ്രാർത്ഥിക്കും. അപ്പൊ ചിലർ പറയണോ, മനസ്സിൽ വെച്ചാൽ പോരെ? എസെക്കിയേലിന് വേണമെങ്കിൽ അവിടെ നിന്ന് ചെവിയും കാലും കണ്ണും ഒന്നും ഇല്ലാത്ത ഈ അസ്ഥികളോട് മനസ്സ് വിചാരിച്ചപ്പോൾ എല്ലാം നന്നായിട്ട് വരും. അല്ല, മനസ്സിൽ വെക്കുമല്ല, അസ്ഥികളോട് പറഞ്ഞു, പ്രവചിച്ചു. അതെന്തിനാ? ഇതിന് കണ്ണില്ലല്ലോ, ഇതിന് ബുദ്ധിയില്ലല്ലോ, ഇതിന് തലച്ചോറൊക്കെ ചീഞ്ഞു പോയതല്ലേ, ഇതിന്റെ ചെവിയും കണ്ണും ഒക്കെ ചീഞ്ഞു പോയതല്ലേ, എന്നാ പറയാനുള്ളത്? നീ മന്ദബുദ്ധിയാണോ ഇതൊക്കെ പറയാൻ? വിശ്വാസത്തിൽ പറയണം. ചിലപ്പോൾ മന്ദബുദ്ധിയെ പോലൊക്കെ പറയേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കുമ്പോൾ ചിലരൊക്കെ ചിരിച്ചോണ്ട് പോയി, ഇതൊക്കെ ഒരിക്കലും നടക്കത്തില്ല, ഇയാൾക്ക് ഭക്തി കൂടി പ്രാന്തായതാന്ന് പറയും. ഇയാൾക്ക് എന്തോ ഭക്തി കൂടിയിട്ട് എന്തോ ഇളകിയതാ, എന്തോ പ്രശ്നം, ഒരു നെട്ട് പോയി. അതാണ് ഇങ്ങനെ പറയും, നമ്മളെക്കുറിച്ച് അങ്ങനെ പറയും. ഇയാൾക്ക് എന്തോ ഒരു സ്ക്രൂ പോയിട്ടുണ്ട്, ഈ വലിയ താമസമില്ലാതെ ഒരു സ്ക്രൂവും കൂടെ പോകും. അപ്പോൾ ഇയാൾ കംപ്ലീറ്റ് ഔട്ടായി പോകും. ഇത് സ്ക്രൂ പോയ പ്രവാചകൻ പറഞ്ഞതല്ല. പ്രവാചകൻ അവിടെ നിന്ന് ഒരു ഘോഷനെ പോലെ പറയുക, പ്രവചിച്ചു, പറഞ്ഞു. എന്ത് പറഞ്ഞു? കൽപ്പിച്ചതുപോലെ പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദമുണ്ടായി. എന്തുണ്ടായി? ഒരു ശബ്ദം. എവിടെ ഈ ശബ്ദം ഉണ്ടായേ? ഇത് മാറ്റത്തിന്റെ ശബ്ദമാണ്, തകർച്ചയുടെ ശബ്ദമല്ല. നമ്മൾ പലയിടത്തുനിന്നും കേട്ടത് നെഗറ്റീവ് ശബ്ദമാണ്. പലരും നമ്മളെക്കുറിച്ച് പറഞ്ഞ് നീ ഗതി പിടിക്കുകയെന്ന് കേട്ട ശബ്ദമാണ് ചെവികളിൽ മുഴങ്ങുന്നത്. ഇത് ആ കൂട്ടത്തിൽ കേൾക്കേണ്ട ശബ്ദമല്ല, ഇത് ദൈവത്തിന്റെ ശബ്ദമാണ്. ഒരു പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത് മാറ്റത്തിന്റെ, ഒരു വിടുതലിന്റെ ശബ്ദമുണ്ടായി എന്ന്. ആദ്യ വെള്ളിയാഴ്ച ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും കുടുംബത്തിനകത്തും ദൈവമേ മാറ്റത്തിന്റെ ഒരു ശബ്ദമുണ്ടാകണം, അനുഗ്രഹത്തിന്റെ ഒരു അടയാളം ഉണ്ടാകണം, വിടുതലിന്റെ ഒരു ശബ്ദം മുഴങ്ങണം. അത് മുഴങ്ങും, നിങ്ങളിൽ അത് മുഴങ്ങും, നിങ്ങളുടെ കുടുംബത്തിനകത്ത് അത് മുഴങ്ങും. മാനസാന്തരമില്ലാതെ മാറി നിൽക്കുന്ന നിങ്ങളുടെ ചില വ്യക്തികളിൽ അത് മുഴങ്ങും. ഒരു അടയാളം, ഒരു ശബ്ദം. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിനകത്തൊരു ശബ്ദം.
പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഒരു അനുഗ്രഹത്തിന്റെ ശബ്ദമുണ്ടായി. ഹല്ലേലൂയ. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനു ശേഷം നോക്കൂ, എന്താ ശബ്ദമുണ്ടായതിന് കാരണം? ഒരു കിരികിരാ ശബ്ദം. ഒരു കിരികിരാ ശബ്ദം. ഒരു കിരികിരാ ശബ്ദം. അടുത്ത് എന്താ അതിന് എഴുതി നോക്കിയോ? ശബ്ദമുണ്ടായി. വേർപെട്ടു പോയാന്ന്. അപ്പോൾ എവിടെ കിടക്കുന്നത്? നാല് വഴിക്ക് കിടന്ന അസ്ഥികൾ തമ്മിൽ ചേർന്നു. അതാ ഇന്ന് വേണ്ടേ. ഇന്ന് പലതും വഴിക്കാ ചെതറിപ്പോയി. അപ്പൻ്റെ വഴി, അമ്മയ്ക്ക് അമ്മയുടെ വഴി, മക്കളുടെ വഴി എല്ലാം ചെതറിക്കിടക്കുക. തമ്മിൽ ചേരണം. തമ്മിൽ ചേരാൻ തുടങ്ങിയതിൻ്റെ ഒരു ശബ്ദമുണ്ടായി. കാര്യം ഭാര്യയും ഭർത്താവുമാ, പക്ഷെ മനസ്സുകൊണ്ട് അകന്നാ നിൽക്കുന്നേ. കാര്യം അപ്പനും മക്കളുമാ, മനസ്സുകൊണ്ട് എന്തോ പിണങ്ങിയാ നിൽക്കുന്നത്. കാര്യം ഒരു വീട്ടിലാ താമസിക്കുന്ന, ഒരു ഭക്ഷണമൊക്കെ കഴിക്കുന്നത്, പക്ഷെ എന്തോ ഒരു അകൽച്ചയുണ്ട്. അത് ദൈവത്തിന്റെ വചനം നീ പറയാനും പ്രാർത്ഥിക്കാനും തുടങ്ങുമ്പോൾ അത് ചേരാൻ തുടങ്ങും, ഐക്യത്തിലാകാൻ തുടങ്ങും, അവിടെ ഒരു നന്മയുണ്ടാകാൻ തുടങ്ങും. വിശ്വസിക്കുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തമ്മിൽ ചേരാൻ തുടങ്ങി എന്നുള്ള വാക്കൊക്കെ ചുമ്മാ നിസ്സാരമായി കാണല്. അത് ഒരുപാട് വിലയുള്ള വാക്കാണ്. ചേരാൻ തുടങ്ങി. ചേരേണ്ടതിനോട് ചേരാൻ തുടങ്ങി. ഇനി ശ്രദ്ധിച്ചേ, എസെക്കിയേൽ പ്രവാചകൻ ആ കുഴിക്കകത്തിറങ്ങി കൈയുടെ എല്ലെടുത്തോണ്ട് വന്ന് ഇപ്പുറത്ത് പറ്റിച്ചു വിഴുക്കുമല്ല. എസെക്കിയേൽ പ്രവാചകൻ നിൽക്കുന്നത് ആ താഴ്വരയുടെ മുകളിലാണ്. അവിടെ നിന്ന് വചനം പറഞ്ഞപ്പോൾ എന്ത് കാര്യമാണോ പ്രസംഗിക്കാൻ തുടങ്ങിയത്, അവിടെ ദൈവത്തിന്റെ കൈ, ദൈവത്തിന്റെ ബലമുള്ള കരം ചലിക്കാൻ തുടങ്ങിയത് കൊണ്ടല്ലേ ഈ ശബ്ദമുണ്ടായത്. ഒരു കാര്യം കേട്ടെ, നിങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ അനുഗ്രഹത്തിന്റെ ശബ്ദങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ജീവിതത്തിനകത്തും കുടുംബത്തിനകത്തും മുഴങ്ങിക്കൊണ്ടിരിക്കും. അത് വെറുതെ എന്തോ ഒരു ശബ്ദമാണെന്ന് കേൾക്കരുത്. നിങ്ങൾ എന്ത് ശബ്ദമാണ് കേട്ടിട്ടുള്ളത്? ഞാൻ കേട്ട ശബ്ദം പറയാം. നീ ഗതി പിടിക്കുകയില്ല, നീ ശരിയാകത്തില്ല, നിനക്കൊരു കഴകത്തില്ല, നിനക്ക് ബുദ്ധിയില്ല, നിനക്ക് അറിവില്ല. ഇതൊക്കെയാ ഞാൻ കേട്ട ശബ്ദം. ഇത് വചനം പറഞ്ഞപ്പോൾ കേട്ട ശബ്ദം നീ നശിച്ചു പോകുന്ന ശബ്ദമല്ല, നീ തകർന്നു പോകുമെന്ന ശബ്ദമല്ല, നിനക്ക് എന്തോ ഒരു പ്രയാസം വരാൻ പോകുന്നുണ്ട് ശബ്ദമല്ല. നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നതിന്റെ ആരംഭത്തിന്റെ ശബ്ദമാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കേൾക്കാൻ ഒരു ഭാഗ്യമുള്ള ചെവികൾ എനിക്കുണ്ടാകട്ടെ. അത് കേൾക്കാൻ, അത് ഗ്രഹിക്കാൻ പറ്റിയ ഒരു ഹൃദയം നിനക്കുണ്ടാകട്ടെ. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അസ്ഥികളിൽ പോലും മാറ്റം ഉണ്ടാക്കാൻ ദൈവത്തിന്റെ വാക്കിന് കഴിഞ്ഞു. എസെക്കിയേൽ പ്രവാചകൻ ഓരോ തലയോട്ടിയിലും തലയെ വെച്ചൊന്നും പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. നേരെയാകണേ എന്നല്ല, അപ്പുറത്ത് നിന്ന് പറഞ്ഞതേ ഉള്ളൂ. വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചില അമ്മമാർ എൻ്റെ മക്കൾ തമ്മിലൊന്ന് സ്നേഹത്തിലായിരുന്നെങ്കിൽ, എൻ്റെ കുടുംബത്തിൽ ഒരു കുറച്ചുകൂടെ ഒരു അനുഗ്രഹം വന്നായിരുന്നെങ്കിൽ. അവർക്ക് ഉപദേശം കൊണ്ടല്ല അത് വരുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. അടുത്ത കാര്യം നോക്കണേ, എട്ടാമത്തെ വാക്യം. ഞാൻ ഈ ഒച്ച കേട്ട സ്ഥലത്തേക്ക് അദ്ദേഹം നോക്കിയപ്പോൾ ഞരമ്പും മാംസവും അവയുടെ മേൽ വന്നിരുന്നു. നോക്കൂ, ഒരിക്കലും ഇത്രയും പഴകി വരണ്ടുണങ്ങിയ അസ്ഥിയുടെ മേൽ ഇപ്പൊ എന്തൊക്കെ വന്നിരുന്നു? ഞരമ്പും മാംസവും വന്നിരിക്കുന്നു. ചേരേണ്ടത് ചേർന്നു. അവിടെ അർത്ഥം എന്നാണെന്നറിയാമോ? ദൈവത്തിന്റെ വചനം പറയാൻ തുടങ്ങിയപ്പോൾ ദൈവം തകർന്നതിനെ പുതുക്കി പണിയാൻ തുടങ്ങി. ആ വാക്ക് സീരിയസ് ആയ വാക്കാണ്, ഗൗരവമുള്ള വാക്കാണ്. ദൈവം ആ കുഴിക്കകത്ത് ഇറങ്ങി നിന്ന് പുതുക്കി പണിയാൻ തുടങ്ങി. എസെക്കിയേൽ നിൽക്കുന്നത് ആ കുഴിയുടെ കയറ്റപ്പുറത്താണ്. എസെക്കിയേൽ ആ കുഴിയിൽ ഇറങ്ങിയിട്ടില്ല. പ്രവചിക്കാനും പ്രസംഗിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയപ്പോൾ അതിനകത്ത് ദൈവപ്രവർത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഞാനിത് വിശ്വസിക്കുന്നത്, ഞാൻ 100% വിശ്വസിക്കുന്നു. ദൈവം തകർന്നതിനെ പുതുക്കി പണിയുന്നു ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വിശ്വാസമുണ്ട്, ഈ വചനം കേൾക്കുന്ന അനേക ജീവിതങ്ങളെ ദൈവം തകർന്നിടത്തു നിന്ന് പുതുക്കി പണിയുമെന്ന്. തകർന്നിടത്തു നിന്ന് പുതുക്കി പണിയും. പരാജയപ്പെട്ടെടുത്തു നിന്ന് വിജയിപ്പിക്കാൻ തുടങ്ങും. തോറ്റെടുത്തു നിന്ന് ജയിപ്പിക്കാൻ തുടങ്ങും. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് അറിയാം പുതുക്കി പണിയാൻ. ഉറങ്ങരുത്, ശ്രദ്ധയോടെ കേൾക്കണം. അല്ലെങ്കിൽ നമ്മളിവിടെ വരേണ്ട ആവശ്യമില്ലായിരുന്നു. ദൈവത്തിനറിയാം എൻ്റെ ഭാവിയെ, എൻ്റെ ജീവിതത്തെ പുതുക്കി പണിയാൻ. തെറ്റായ തീരുമാനമെടുക്കല്ല്. ഞാൻ അങ്ങ് നശിച്ചു പോക്കോട്ടെ, എനിക്കിനി ഓരോ ജീവിതവും വേണ്ട, എന്നെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. നിരാശപ്പെടരുത്. ദൈവം പുതുക്കി പണിയാൻ തുടങ്ങുമ്പോൾ ആ കൈയെ തട്ടി മാറ്റല്ല്. ആ കൈകളെ മടക്കി വേണ്ടെന്ന് പറയരുത്, തള്ളിക്കളയരുത്.
അത് നിന്റെ നന്മയ്ക്കായി മാറാൻ തുടങ്ങുകയാണ്. ആമേൻ. അതിന്റെ ശബ്ദമാണ് ഇത് ഹല്ലേലൂയ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്, മറ്റൊന്നുമല്ല. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്മേൽ വന്നിരുന്നു. എപ്പോൾ വന്നിരുന്നു? നിങ്ങളും പ്രാർത്ഥിച്ചേ. ഇന്ന് നിങ്ങൾ നോക്കിയപ്പോൾ കണ്ടത് വരണ്ടുണങ്ങിയ അസ്ഥികളുടെ സ്ഥാനത്ത് ജോലിയില്ല, വീടില്ല, കുടുംബമില്ല, സന്തോഷമില്ല. അതിന്മേൽ ചില നന്മകൾ വന്നിരിക്കുന്നത് കാണാനിടയാണ്. പാസ്പോർട്ടൊക്കെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കീശയിലാണ്, ബാഗിനകത്താണ്, കൈവച്ചിട്ട് പറ, ഇതേൽ ഒരു അത്ഭുതം വന്നിരിക്കുന്നത് ഞാൻ കാണും. എന്റെ കുഞ്ഞിന്റെ വിവാഹം നടന്നില്ല, അവരിൽ ഒരു നല്ല വിവാഹം വരുന്നത് ഞാൻ കാണും. നോക്കിയപ്പോ കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. വിശ്വാസത്തിൽ ഇന്ന് പ്രാർത്ഥിച്ചത് നോക്കിയാൽ കാണാൻ പാകത്തിന് അത് കൺവെട്ടത് വരട്ടെ. അത് കൺമുമ്പിൽ വരും, കാണുന്ന വിധത്തിൽ അത് പ്രകടമാകും. ചിലരെങ്ങനെ അത്ഭുതപ്പെട്ട് ചോദിക്കും, ഇതെങ്ങനെ സംഭവിച്ചു, ഇതെന്താ, എന്ത് മറിമായമായത്? ഇതൊരു മറിമായുമല്ല, അത് ദൈവം ചെയ്ത പ്രവൃത്തിയാണ്. ദൈവം ചെയ്ത പ്രവൃത്തിയാണ്. ഒന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. അടുത്ത വാക്യം, ചർമ്മം അവയെ പൊതിഞ്ഞിരുന്നു. ചർമ്മം അവയെ പൊതിഞ്ഞു, എന്നാൽ അവയ്ക്ക് പ്രാണനുണ്ടായിരുന്നില്ല. അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു. അവിടുന്ന് എന്നോട് പറഞ്ഞു. ആരോട് പറഞ്ഞു? എസക്കിയേൽ പ്രവാചകനോട് പറഞ്ഞു, മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പ്രവചിക്കുക. പറയുക, വാടച്ചിട്ട് കാര്യമില്ല. ഒരാൾ പറഞ്ഞൊരു വാക്ക് ഞാൻ കേട്ടു, നീ വാ തുറക്ക്, ദൈവം വഴി തുറക്കും. ആമേൻ. നീ പ്രാർത്ഥനയിൽ വിശ്വാസത്തിന്റെ വാ തുറക്ക്, ആരാധനയിൽ വാ തുറക്ക്, ദൈവം വാ തുറക്കുമ്പോൾ ഒരു വാതിൽ തുറക്കും. വാ തുറക്കൊരു അനുഗ്രഹം നീ കാണും. ചിലർ പറയും, അയ്യോ അതൊക്കെ നാണക്കേടല്ലേ, അതൊക്കെ എന്തുവാ, അങ്ങനൊന്നും വേണ്ട, ഞാൻ പണ്ട് തൊട്ട് ഇങ്ങനെയാ പാടിയത്, ഇങ്ങനെയാ പ്രസംഗിച്ചത്, ഇങ്ങനൊക്കെ. വാ തുറക്ക്, വഴി ദൈവം തുറന്നോളൂ. വാ തുറന്ന് പറ, വിശ്വാസത്തിൽ പ്രവചിക്ക്. അപ്പോൾ അപ്പുറത്തിരുന്ന ആൾ പറയും, അമ്മ അത് വേണോ? അപ്പുറത്ത് വേറെ ആൾ പറയും, അതൊക്കെ നാണക്കേടല്ലേ, നമ്മളെ വീട്ടിൽ ആരെങ്കിലും കേട്ടാൽ എന്നെ വിചാരിക്കും. അങ്ങനെ നീ മിണ്ടണ്ട. ആരെങ്കിലും കേട്ടാൽ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ച് ജീവിക്കുക. അനുഗ്രഹമാണ് ചിന്തിക്കുന്നതെങ്കിൽ ചില സമയത്തത് വാ തുറന്ന് പറയണം. ഞാൻ പണ്ട് വാ തുറന്ന് പറയത്തില്ലായിരുന്നു. എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്നവരിൽ കുറിച്ച് ദൈവത്തിൻ്റെ ഒരു സ്വരം കേട്ടാൽ ഞാനത് വാ തുറന്ന് പറയും. വിളിച്ചു വരുത്തിയിട്ട് പറയാലേ, ഫോൺ വിളിച്ചു പറയും. വാ തുറന്ന് ആരാധിക്കുക, വാ തുറന്ന് സ്തുതിക്കുക. ദൈവം വാതിലുകളെ തുറക്കും എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത കാര്യം നോക്കിക്കേ, ചർമ്മം പൊതിഞ്ഞു, എന്നാൽ അവയ്ക്ക് പ്രാണനുണ്ടായിരുന്നില്ല. മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പ്രവചിക്കുക. പറയുക, പ്രവചിക്കുക. വാ തുറന്ന് പറ. എന്ത് പറയണം? ദൈവമായ കർത്താവ് പറയുന്നു, ജീവശ്വാസമേ, 4 ദിക്കിൽ നിന്ന്, 4 വായുക്കളിൽ നിന്ന് ഈ നിഹിതന്മാരുടെ മേൽ വീശുക. 4 സ്ഥലത്തു നിന്നും കാറ്റ്, വായു വന്ന് വീശുക. അവർക്ക് ജീവൻ ഉണ്ടാകട്ടെ. 10ാമത്തെ വാക്യം, അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ അവിടുന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു. ആമേൻ. അവർക്ക് ജീവനുണ്ടായി. പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ജീവൻ ഉണ്ടാകാൻ തുടങ്ങും. ഇപ്പോൾ ആയിരിക്കുന്ന തകർച്ചയിൽ തുടരാനല്ല കേട്ടോ ദൈവം ആഗ്രഹിക്കുന്നേ, അവിടുന്ന് എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന്റെ പദ്ധതി എന്നുണ്ട്. നീ തകർന്ന സ്ഥലത്ത് എത്ര വർഷം കിടന്നാലും നാട്ടുകാർക്കൊന്നും ഒരു പരാതിയില്ല. എപ്പോഴാ പരാതി വരുന്നത് അറിയാമോ? അവിടെ നിന്ന് പതുക്കെ എഴുന്നേക്കാൻ തുടങ്ങുമ്പോഴാണ് പലരുടെയും നെറ്റി ചുളിയുന്നത്. എന്നാൽ നെറ്റി ചുളിയാത്തൊരുവനുണ്ട്. നീ എഴുന്നേറ്റ് വരാൻ, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കാത്തു നിൽക്കുന്ന ദൈവം നിന്റെ അകത്തൊരു ജീവനെ കാത്തിരിക്കുന്നു. ഒരു അത്ഭുതം നിന്റെ മേൽ വരാൻ ദൈവം ഒരുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. അടുത്ത കാര്യം വേഗത്തിൽ വായിക്കുകയാണ്. അടുത്ത കാര്യം കൂടെ വായിക്കുകയാണ്. വായിച്ചു. അടുത്ത കാര്യം വായിച്ചേ. അപ്പോൾ ജീവശ്വാസം അവരിൽ അപ്പോൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെ കണ്ടോ അപ്പോൾ ചോദിക്കണം എപ്പോൾ. വാ തുറന്ന് എസക്കിയേൽ പറഞ്ഞു, ഇങ്ങനെ സംഭവിക്കട്ടെ, ഇങ്ങനെ ഉണ്ടാകട്ടെ. അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു. പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അത്ഭുതങ്ങൾ ഉണ്ടായി. അവർ ജീവൻ പ്രാപിച്ചു. വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു. ആര്? കുറച്ച് സെന്റൻസിനപ്പുറത്ത് ചെതറിക്കിടന്ന എല്ലായിരുന്നു ഇപ്പോൾ രാജ്യത്തിന്റെ പട്ടാളക്കാരെ പോലെ അടുക്കും ചിട്ടയുള്ള ഒരു സൈന്യമായി നിൽക്കുന്നു. ഇത് ദൈവത്തിന് എന്നും പറ്റും കേട്ടോ. തകർന്നതിൽ നിന്ന് ഏറ്റവും ടോപ്പിലെത്തിക്കാൻ. തകർന്ന ജീവിതത്തെ, ചില ആളുകളുടെ ജീവിതത്തിൽ ചില തകർച്ച വരുമ്പോൾ ഉണ്ടല്ലോ, അവരുടെ മനസ്സ് പറയും, ഇനി എനിക്ക് ജീവിതമില്ല, എനിക്ക് ഭാവിയില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, തകർന്ന നിന്നെ ദൈവത്തിന് ഏറ്റവും ബെസ്റ്റ് ആക്കി ടോപ്പാക്കാൻ പറ്റും. അത് മനസ്സിലാകുന്നില്ല. ഇത് ബൈബിൾ വായിച്ചു നോക്കൂ. ഈ വേദപുസ്തകത്തിനകത്ത് അസ്ഥികളായിരുന്നു, ഇപ്പോഴോ
അത് സൈന്യമായി പട്ടാളക്കാരെ പോലെ, സൈന്യത്തെ പോലെയാക്കി. ഈ പ്രവൃത്തി ആരാ ചെയ്തേ? ദൈവം. ഇത് ദൈവം ചെയ്യാൻ വേണ്ടി എസെക്കിയേൽ എന്നാ ചെയ്തേ? വാ കൊണ്ട് പറഞ്ഞു, വാ കൊണ്ട് പറഞ്ഞു, പ്രവചിച്ചു. അത് ഞാനിവിടെ ചെയ്യും. അതാണ് ഞാനും ചെയ്യുന്നത്. അതാണ് എൻ്റെ ദൗത്യം. ഈ ജനത്തിന് വേണ്ടി പറഞ്ഞു പ്രാർത്ഥിക്കുക. ജീവൻ ഉണ്ടാകട്ടെ, ആ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ മാറട്ടെ, ആ വ്യക്തിക്ക് ജോലി കിട്ടട്ടെ, ആ വ്യക്തിയുടെ നിരാശ മാറട്ടെ, നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ. എനിക്കറിയാം സൈന്യം പോലെ ടോപ്പിലാകും. ഇനി ഞാനത് വിശ്വസിക്കുന്നു. ഈ വചനത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, സൈന്യത്തെ പോലെ എഴുന്നേൽക്കുന്ന ഒരു കാലമുണ്ട്. ഒരു നല്ല കാലം, ഒരു നല്ല സമയം. ഇന്നൊരാളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു വാക്ക് വന്നു, നിന്റെ കരങ്ങൾ കൊണ്ട് സമ്പത്തും ഐശ്വര്യവും കൈകാര്യം ചെയ്യുന്ന ഒരു കാലം നിന്റെ ജീവിതത്തിനകത്തുണ്ടെന്ന്. അദ്ദേഹം ഞെട്ടി എന്നെ നോക്കി, വളരെ ശ്രദ്ധയോടെ നോക്കി. പറഞ്ഞ വാക്കുകൾ തെറ്റിയതാണോ അതോ എന്നോട് തന്നെയാണോ പറഞ്ഞത്? ആ വ്യക്തിയോട് തന്നെയാ ദൈവം പറഞ്ഞത്. ദൈവം നിന്നെ ഈ കുഴിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും, സൈന്യത്തെ പോലെ ടോപ്പിലെത്തിക്കും. ഏത് കുഴിയിലും ആയിക്കോട്ടെ, ഏത് സ്ഥലത്തുമാകട്ടെ, ഏത് തകർച്ചയുമാകട്ടെ, പരാജയപ്പെട്ട് മനസ്സ് തളർന്നു പോവല്ല്. ഒന്ന് കണ്ണുകളെ അടയ്ക്കാമോ? കണ്ണുകളെ ഒന്ന് അടയ്ക്കാമോ? പ്രിയപ്പെട്ടവരെ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. എന്തുവാ കേട്ടത്? കുഴിയിൽ കിടക്കുന്ന അസ്ഥി, ജീവനില്ല, മാംസമില്ല, ഞരമ്പില്ല, ചർമ്മമില്ല, വരണ്ടുണങ്ങിയത്. അതെൻ്റെ ജീവിതം തന്നെ. ഇപ്പം അതേപോലെ എൻ്റെ ലൈഫ് പോണത്, അതേപോലെയാണ് എൻ്റെ ലൈഫ് പോകുന്നത്. ആർക്കേലും തോന്നിയോ എൻ്റെ ജീവിതത്തെ നോക്കിയിട്ടാണല്ലോ ഇത് പറഞ്ഞതെന്ന്? എങ്കിൽ ഓർത്തോ, ദൈവം നിന്നെ അറിയുന്നുണ്ട്. ദൈവം നിന്റെ ഇന്നത്തെ അവസ്ഥ അറിഞ്ഞിട്ടാ ഇത് പറഞ്ഞത്. ഞാൻ പ്രസംഗിക്കുകയല്ലായിരുന്നു, ഞാൻ സംസാരിക്കുകയായിരുന്നു. ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ സ്വരം കേൾപ്പിക്കുക മാത്രമാണ് എൻ്റെ ഡ്യൂട്ടി, എൻ്റെ ഉത്തരവാദിത്വം. ദൈവത്തിൻ്റെ വചനം ദൈവത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുക. ദൈവത്തിൻ്റെ അടുത്തേക്ക്, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ ഇടവരണം. ദേശത്തുള്ളവരോ വിദേശത്തുള്ളവരോ അടുത്തുള്ളവരോ അകലെയുള്ളവരോ ആരുമാകട്ടെ, നിങ്ങളൊരു വില കൊടുത്ത് ഇതിനകത്ത് വന്നവരാണ്. പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിച്ച് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ ഇടവരുകയാ. ചിലർ നിങ്ങൾ പറയും, ഞാനൊരു കുഴിക്കകത്ത് കിടക്കുക, ഈ കുഴിയിൽ നിന്നും എനിക്കൊരു മോചനമില്ല. വേറെ ചിലർ പറയും, ഞാൻ പെട്ടു കിടക്കുകയാണ്, ഞാൻ തകർന്നു കിടക്കുകയാണ്. സാരമില്ല മകനെ, സാരമില്ല കുടുംബമേ, സാരമില്ല യുവതി. നീ തകർന്ന അസ്ഥികൂടം പോലായോ, നിന്റെ അസ്ഥികൾ പോലും ചിതറിപ്പോയോ. ഇനി ലോകത്തിലെ ബുദ്ധിയുള്ളവരും വലിയ ആളുകൾ പോലും പറഞ്ഞത് നിനക്ക് ഭാവിയില്ല, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഇനി നീ രക്ഷപ്പെടത്തില്ലെന്നാണോ? അതല്ല നീ ധ്യാനിക്കേണ്ടത്, അതല്ല നീ തലയിൽ ചുമക്കേണ്ടത്. ഈ തകർന്നതിൽ നിന്ന് പുതുക്കി പണിയാൻ കഴിവുള്ളവനെ ഒരു മിനിറ്റ് നിനക്ക് ധ്യാനിക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ് നിനക്ക് ധ്യാനിക്കാൻ പറ്റുമോ? ഒരു നിമിഷം നിനക്ക് ആരാധിക്കാൻ പറ്റുമോ? ഒരു വാക്ക് പറയാം, വാ തുറക്ക്, ദൈവം വഴികളെ തുറക്കും. വാ തുറക്ക്, നീ അത്ഭുതങ്ങളെ കാണും. ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവാചകനോട് ദൈവം പറയുക, നീ വായടച്ചിരിക്കല്ലോ, നീ അസ്ഥികളാ, ഞരമ്പ്, അതിൽ ഒന്നുമില്ല, മാംസം ഒന്നുമില്ല, നീ ഒന്നും വെറുതെ നിരാശപ്പെട്ടിരിക്കരുത്. നീ വാ തുറന്ന് പറ, നിന്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുന്നു. വാ തുറന്ന് പറ പിതാവേ. അമ്മ, അപ്പച്ച, ഒരു വാക്ക് പറയട്ടെ, നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. വാടച്ചിരുന്നാ പോരാ, വാ തുറന്ന് പറ. വിശ്വാസത്തിന്റെ വാക്കുകൾ ഇനി നിങ്ങളോട് തന്നെ വാ തുറന്ന് പറയണം, ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഇന്നു കിടക്കുന്നത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിലെ അതേ കുഴിക്കകത്താണെന്ന് തോന്നിയാലും നിന്നെ അവിടുന്ന് ടോപ്പിലെത്തിക്കാൻ, സൈന്യത്തെ പോലെ ടോപ്പിലെത്തിക്കാൻ, സൈന്യത്തെ പോലെ ഉയർന്ന ഒരു തലത്തിലെത്തിക്കാൻ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുന്ന മണിക്കൂറാണ്. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. വാ തുറക്കുന്നവന്റെ മുമ്പിൽ വഴി തുറക്കുന്ന ദൈവം, വാ തുറക്കുന്ന മുമ്പിൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം. ഇനി കാര്യം കേട്ടെ, പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കേൾക്കുക. ആ അസ്ഥിയിൽ ഒന്നുമില്ലായിരുന്നു. എസെക്കിയേൽ പ്രവാചകൻ കണ്ടു, ഞരമ്പും മാംസവും വന്നിരിക്കുന്നു എന്ന്. എവിടുന്ന് വന്നു? ദൈവത്തിനറിയാം നിന്റെ ജീവിതത്തിൽ ചിലതിനെ അത്ഭുതമായി കൊണ്ടുവരാൻ. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ചില ആളുകൾ പറയും, എനിക്ക് പഠിച്ചിട്ട് ഒന്നും ആകാൻ പറ്റിയില്ല, എവിടെ എത്താൻ പറ്റിയില്ല. നിന്റെ ലൈഫിൽ കൊണ്ടുവരും ചിലത്. വാ തുറന്നു പറ, ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നു. വാ തുറന്നു പറ, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന്. വാ തുറന്നു പറ, ഇത് ജീവിക്കുമെന്ന്. വാ തുറന്നു പറ, ഈ ബന്ധനം മാറുമെന്ന്. വാ തുറന്നു പറ, എനിക്ക് നല്ല കാലം ഉണ്ടാകുമെന്ന്. വിശ്വസിക്കുന്നു. എന്റെ നാള് ശരിയല്ല, എന്റെ ഭാവി മോശമാ, ഇതൊന്നും പറയല്ല്.
വാ തുറന്ന് പ്രവചിക്കുക, വാ തുറന്ന് അത്ഭുതം പറയുക, വാ തുറന്ന് അനുഗ്രഹം പറയണം. അമ്മമാരെ, അപ്പച്ചന്മാരെ, നിങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങളാണോ പ്രാർത്ഥന നയിക്കുന്നത്? ഒരു കാര്യമെങ്കിലും പ്രവചിച്ച് പ്രാർത്ഥിച്ചു പറയണം, ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടുമെന്ന്. നിങ്ങളുടെ കൊച്ചുമക്കൾ അനുഗ്രഹിക്കപ്പെടുന്നു. വാ തുറന്ന് അമ്മയെ പറയണം. അപ്പച്ച വാ തുറന്ന് പറയണം, അയ്യോ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല, അതൊക്കെ ഞങ്ങളുടെ ശീലമാണോ, ഞങ്ങളുടെ പാരമ്പര്യത്തിൽ അങ്ങനത്തെ പ്രാർത്ഥനയൊന്നുമില്ല, അതെനിക്കറിയത്തില്ല, പക്ഷെ ഒരു അനുഗ്രഹം വേണമോ? വാ തുറന്ന് പറയുക. വാടകയ്ക്ക് താമസിക്കുന്നവർ വാ തുറന്ന് പറ, ഞങ്ങൾക്ക് സ്വന്തമായൊരു വീടും സ്ഥലവും ഉണ്ടാകും. വാ തുറന്ന് പറ. എന്നെ ഞാൻ പഠിച്ചു, എനിക്ക് ജോലിയില്ല, എന്റെ വിവാഹം നടന്നിട്ടില്ല. വാ തുറന്ന് പറ, അത് അനുഗ്രഹമായി വരും, അത് അനുഗ്രഹമായി വരും. അല്ല, അത് അത്ഭുതമായി മാറും. അനുഗ്രഹമായും നിനക്കത് മാറും, അത് അത്ഭുതമായും മാറും. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ, വരണ്ട അസ്ഥികൾ പോലെ കിടക്കുന്ന കാര്യങ്ങൾ എല്ലാം ദൈവസന്നിധിയിൽ ഒന്ന് ഓർത്തേ. നമ്മൾ ഈ ആരാധനയിലൊക്കെ ചെയ്യുന്നത് എസക്കിയേലിനെ പോലെയാ. പറഞ്ഞ് അസ്ഥി മാംസമുണ്ടാകട്ടെ, ജീവനുണ്ടാകട്ടെ, പ്രവചിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതൊക്കെ വന്നു ചേരാൻ തുടങ്ങും. അത് ടെസ്റ്റ് മണിയായി അത് സൈന്യത്തെ പോലെ എഴുന്നേൽക്കും. വിശ്വസിക്കുന്നു. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചേ. എനിക്കൊരു കാര്യം പറയാനുണ്ട് പ്രാർത്ഥനയിൽ. അടുത്ത മാസം ഒക്ടോബർ മാസമാണ്. നിയോഗ പ്രാർത്ഥന തുടങ്ങിയിട്ട് 1 വർഷമാകുന്ന സമയമാണ്. അതൊരനുഗ്രഹത്തിൻ്റെ മാസമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അനേകം ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കാനായി മണ്ണിൽ കാലിച്ചു വെട്ടും. അനേകർ സാക്ഷ്യത്തിനായി അൾത്താറിൽ കയറി നിൽക്കും. അനേകർ മൈക്ക് എടുക്കും. മൈക്കിന് വേണ്ടി ഒരു സാക്ഷ്യം പറയാൻ പോലും പിടിവലി നടക്കും. എനിക്ക് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു തീരാത്ത സാക്ഷ്യങ്ങളുണ്ടാകും. പറഞ്ഞു തീരാത്ത അത്ഭുതങ്ങളുണ്ടാകും. കുഴിയിൽ നിന്ന് ചിതറിക്കിടന്ന അസ്ഥികളെ ഒരുമിച്ച് ചേർക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ കഴിയത്തില്ലേ? ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയത്തില്ലേ? ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണും. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരു വാക്ക് പറയാം. ദൈവത്തിൻ്റെ കരങ്ങളിൽ ആ ജീവിതം നിൽക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാനായി പോകുമ്പോൾ ആകെ തകർന്ന ഒരു സമയത്താണ് പ്രാർത്ഥിക്കാൻ ചെന്നത്. ആ മനുഷ്യൻ, ആ പ്രീസ്റ്റ് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടൊരു വാക്ക് പറഞ്ഞു, എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞല്ലേ എന്ന്. കുറുക്കി കൊണ്ടതുപോലെ അത് നെഞ്ചത്ത് കൊണ്ടു. എന്താണാവോ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ അടുത്ത വാക്കിന് വേണ്ടി ശ്രദ്ധിച്ചു. അപ്പോൾ അദ്ദേഹം പറയുക, എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞപ്പോഴും നീ ചെന്നു വീണത് ദൈവത്തിൻ്റെ കരങ്ങളിലാണല്ലോ. ഇതെൻ്റെ അനുഭവം മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന അനേകം ആളുകൾ പറയും, പലരും ചേർത്ത് പിടിക്കേണ്ട പലരും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തള്ളിക്കളഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ചെന്ന് വീണത് ദൈവത്തിൻ്റെ കയ്യിലേക്കാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ട് ബൈബിളിൽ. പഴയ നിയമത്തിലെ ജോസഫിനെ ഒരു പൊട്ടക്കിണറ്റിൻ്റെ സൈഡിൽ കൊണ്ട് സോപ്പിങ്ങി കൊണ്ട് നിർത്തി. അവർക്കൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു, ഇവനെ കുഴിക്കകത്തോട്ട് ഇടണമെന്ന്. അവനെ തള്ളിയിട്ടു എന്നല്ല എഴുതിയിരിക്കുന്ന, കുഴിയിലേക്ക് എറിഞ്ഞു എന്നാണ്. പക്ഷെ എനിക്ക് ജോസഫിനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്തേ തല പൊട്ടാഞ്ഞത്? എന്തേ കാലിൻ്റെ എല്ല് പൊട്ടി? വീൽ ചെയറിലായി പോകേണ്ട ആളാണല്ലോ, തകർന്നു പോകേണ്ട ആളല്ലേ, ഒന്നിനും കൊള്ളാത്ത വിധം ശരീരം തകർന്നു പോകേണ്ടതല്ലേ? ജോസഫ് പറയും, എന്നെ സഹോദരന്മാർ നശിച്ചു പോകാൻ വേണ്ടി പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടേലും ഞാൻ ചെന്നു വീണത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അത് ജോസഫിൻ്റെ മാത്രം അനുഭവമല്ല. ഈ ആദ്യ വെള്ളിയാഴ്ച വചനം കേൾക്കുന്ന പലരും പറയും, അതെ 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 കറക്റ്റാ മൈക്കൊന്ന് തന്നെ ഞാനും പറയാം, ഇത് സത്യമാ. പലരും തള്ളിക്കളഞ്ഞപ്പോൾ ചെന്നു വീണത് ദൈവത്തിന്റെ കരങ്ങളിൽ. ആ കരം ചിലപ്പോൾ ഭർത്താവിൻ്റെ ആയിട്ട് തോന്നും, ആ കരം ചിലപ്പോൾ ഭാര്യയുടെയാണെന്ന് തോന്നും, ആ കരം ചിലപ്പോൾ ഒരു പ്രാർത്ഥനയുള്ള മനുഷ്യൻ്റെതാണെന്ന് തോന്നും. ചില മനുഷ്യരുടെ കരങ്ങൾ നിനക്ക് വേണ്ടി ദൈവകരങ്ങളെ പോലൊക്കെ ആയിട്ടുണ്ട്. അല്ലെ പണ്ടേക്ക് പണ്ടേ പോയേനേയും തകർന്ന്, പണ്ടേക്ക് പണ്ടേ ചിതറിപ്പോയേനേയും
തോറ്റടത്തു നിന്ന് ജയിപ്പിക്കാൻ അറിയാൻ ദൈവത്തിന്, തകർന്നതിൽ നിന്ന് പുതുക്കി പണിയാൻ പറ്റും ദൈവത്തിന്, അത്ഭുതങ്ങളെ ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം സർവശക്തനാണ്. വിശ്വസിക്കുന്നു. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത്. കോഴി തൻ്റെ കുഞ്ഞിനെ കാക്കയും പരുന്തും പൂച്ചയും ഒക്കെ ആക്രമിക്കാനൊക്കെ വരുവാണെങ്കിൽ ആ ചിറകിൻ്റെ അകത്തുകൊണ്ട് മറച്ചു വയ്ക്കും. അപ്പൊ ഇത് കോഴിയുടെ മാത്രം അനുഭവമല്ല, കോഴിക്കുഞ്ഞിന്റെ മാത്രം അനുഭവമല്ല. ഇതുപോലെ ദൈവം എന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇതുപോലെ കഴുകൻ കൂടുണ്ടാക്കുന്നത് ഒരു വലിയ മരത്തിന്റെ, മലയുടെ മുകളിലുള്ള മരത്തിന്റെ ഉയർന്ന ശിഖരങ്ങളിലാണ്. ആ കുഞ്ഞു ചിലപ്പോൾ ആ കൂട്ടിൽ നിന്ന് ചാടിപ്പോയാൽ, ഒരുപാടടി താഴ്ചയിലേക്ക് വളരെ വേഗത്തിൽ പോയാലും നിലത്തു ചെന്ന് പാറയിലടിച്ച് തകരുന്നതിന് മുമ്പ് ആ കഴുകൻ അതിവേഗത്തിൽ പറന്ന് ചിറകിന്റെ മേലെ വഹിക്കാൻ തുടങ്ങും. ഇത് കഴുകന്റെ കുഞ്ഞിൻ്റെയോ മാത്രം അനുഭവമല്ല, ഇത് കോഴിക്കുഞ്ഞിൻ്റെ മാത്രം അനുഭവമല്ല. ദൈവമേ, എൻ്റെയും കൂടി അനുഭവമാണ്. തകർന്നു പോകേണ്ടതായിരുന്നു എൻ്റെ ജീവിത പങ്കാളി, ഇങ്ങനായിരുന്നു എൻ്റെ മക്കൾ, ഇങ്ങനായിരുന്നു എൻ്റെ കുടുംബം, ഇങ്ങനായിരുന്നു. പലരും തകർത്ത് കളയാൻ ശ്രമിച്ചു, പലരും പീച്ചി ചീന്താൻ ശ്രമിച്ചു, പലരും പിശാചുക്കളെ പോലെ ഇഞ്ചിഞ്ചായി എന്നെ തകർക്കാൻ നോക്കി. എന്നിട്ട് ഞാൻ ഇന്ന് ജീവനോടെ ആരോഗ്യത്തോടെ ഇരിക്കാൻ തന്നെ കാരണം കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മേലെ വാഹിക്കും പോലെ. ഒന്ന് പറഞ്ഞേ, കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മേലെ വാഹിക്കും പോലെ. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. ആമേൻ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? നോഹ ഒരു ബലിപീഠം ഉണ്ടാക്കി ആരാധിച്ചപ്പോൾ ആ ആരാധനയുടെ അനുഗ്രഹം കയറി വന്നത് വീട്ടിലും മക്കളിലുമാണ്, ലോകം മുഴുവനുമാണ്. ഭൂമി മുഴുവൻ ഉള്ളിടത്തോളം കാലം ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്നും പറഞ്ഞൊരു വലിയ അനുഗ്രഹമാണ് കയറി വന്നത്. എപ്പോൾ? ഒരു ആരാധന ഉയർന്നപ്പോൾ, ഒരു പ്രാർത്ഥന ഉയർന്നപ്പോൾ. ഇതുപോലെ പ്രിയപ്പെട്ട അമ്മമാരെ, അപ്പച്ചന്മാരെ, യുവതി യുവാക്കളെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നോട്ട് പറയട്ടെ, കുടുംബത്തിന് വേണ്ടി കരമുയർത്തി നിൽക്കുന്നവർ, ഒരു അനുഗ്രഹത്തിന് വേണ്ടി കൈനീട്ടി നിൽക്കുന്നവർ, പ്രാർത്ഥിക്കുമ്പോൾ ഒരു തലമുറയിലേക്ക് കൂടി കയറി വരുന്ന ഒരു അനുഗ്രഹത്തിന് തുടക്കമിടട്ടെ. പൊട്ടിപ്പൊളിഞ്ഞ അസ്ഥികൾ എസെക്കിയേൽ പ്രവാചകന്റെ 37-ാം അധ്യായത്തിൽ കിടക്കുന്ന പോലെ തകർന്നെടുക്കുവാണോ? പരാജയപ്പെട്ടിരിക്കുകയാണോ? തോറ്റുപോയിരിക്കുകയാണോ? പുതുക്കി പണിയും. എല്ലാവരും സ്തുതിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നു. ഏതു തിന്മയുടെ ശക്തിയാണോ നിന്നെ ഇഞ്ചിഞ്ചായി തകർക്കുന്നത്, ഇഞ്ചിഞ്ചായി തോൽപ്പിക്കുന്നത്, എവിടെയാണോ നിന്നെ പരാജയപ്പെടുന്നത്, അവിടെ നിന്ന് പുറത്തു വരും. ആമേൻ, ഹല്ലേലൂയ. ചേർന്ന് പാടാമോ? കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? പാടിയേ. കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. അർത്ഥം അറിഞ്ഞു പാടാമോ? കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. അതുകൊണ്ട് സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. പറഞ്ഞു പാടിയേ. സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. പറഞ്ഞേ. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും.
നിങ്ങളുടെ നിയോഗത്തെ പറഞ്ഞു പ്രാർത്ഥിക്കും. നിങ്ങളുടെ പേരുകൾ പറയുമ്പോൾ എൻ്റെ അല്ലല്ലോ എന്ന് ചിന്തിക്കല്ല്. എന്നെപ്പോലെ എന്നെക്കാളും വിഷമിക്കുന്നവരാരൊക്കെയോ എൻ്റെ അടുത്തുണ്ട്. അസൂയയില്ലാതെ കുശുമ്പില്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. ആള് രക്ഷപ്പെടുവോ, അയാൾക്ക് നല്ലത് കിട്ടുവോ, എനിക്ക് അങ്ങനെ എല്ലാ ചിന്തകളും മനസ്സിൽ നിന്ന് കളയുക. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക. അങ്ങനെ ഒരു ആരാധനയുണ്ടെങ്കിൽ ചെടിയിലെ പൂ കൊഴിയുന്ന പോലെ ഒന്നും കൊഴിഞ്ഞു പോകത്തില്ല. ഇല പഴുത്ത് വീടുന്ന പോലെ ഒന്നും പഴുത്തു പോകത്തില്ല. എസെക്കിയേലിന് ദൈവം ഒരു ദൗത്യം കൊടുത്തു. അസ്ഥികളുടെ അവിടെ ഒന്ന് പറയാൻ പറഞ്ഞു, പ്രവചിക്കാൻ പറഞ്ഞു. നീ പറയുന്നത്, നീ വാ തുറന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹമായി വെളിപ്പെടും. വാ തുറക്കുമ്പോൾ ദൈവം അനുഗ്രഹത്തിന്റെ വാതിലുകളെയാ തുറക്കുന്നത്. ഒരു ഗേറ്റ് തുറന്നു വരുന്നത് പോലെ ചില വഴികൾ ജീവിതത്തിൽ തുറന്നു വരുന്നത് വിശ്വാസത്തിൽ കാണാം. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. കർത്താവിന് നിയോഗം സമർപ്പിച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ഇന്ന് സെപ്റ്റംബർ 6-ാം തീയതിയാണ്. സെപ്റ്റംബർ 7 മുതൽ ഒക്ടോബർ 9-ാം തീയതി വരെയാണ് 33 ദിവസം ഈ പറയുന്ന പേരുകൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അത് ഓർക്കുക. നിയോഗ പ്രാർത്ഥന കാർഡ് ലഭിച്ചിട്ടില്ലാത്തവർ ശുശ്രൂഷകരുടെ കയ്യിൽ നിന്ന് ആ പ്രാർത്ഥന മേടിക്കുക. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. അനു ജോലി മേഖലയിലെ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ജോൺ ദൈവാനുഗ്രഹമുള്ള ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷാജി ലോൺ കിട്ടാനുള്ള തടസ്സം മാറിക്കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. സിനോബി മക്കളുടെ പഠന പുരോഗതിക്കായി പ്രാർത്ഥിക്കുന്നു. ക്രിസ്റ്റി ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. മനോ ജർമ്മൻ എക്സാം പാസ്സാകുവാൻ പ്രാർത്ഥിക്കുന്നു. ജോൺസൺ മദ്യപാനം മാറിക്കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. സജു പ്രൈവറ്റ് വാഹനത്തിന്മേലുള്ള തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ബോണി ഫേസ് ജോലി തടസ്സം മാറാൻ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമോൻ വീട് വിൽപ്പന നടത്തുവാൻ പ്രാർത്ഥിക്കുന്നു. ജോയ്സ് വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ജോർജ് കടബാധ്യത മാറാൻ പ്രാർത്ഥിക്കുന്നു. സാമുവേൽ കടബാധ്യത മാറാൻ. എഡിസൺ ബിസിനസ് തുടങ്ങുന്നതിന് തടസ്സം മാറാൻ പ്രാർത്ഥിക്കുന്നു. ലൂസി നല്ലൊരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോ വർഗീസ് ദൈവാനുഗ്രഹമുള്ള ജീവിത പങ്കാളി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. സ്റ്റെഫി മക്കളെ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അഗസ്റ്റിൻ ജോബ് വിസ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അനീഷ് മദ്യപാനം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രശാന്ത് സ്ഥലം വിറ്റ് പുതിയ ഭവനം നിർമ്മിക്കാൻ പ്രാർത്ഥിക്കുന്നു. ജോളി കടബാധ്യത മാറുവാൻ പ്രാർത്ഥിക്കുന്നു. സൈക്കിൾ സ്വന്തമായി ഭവനത്തിനായി പ്രാർത്ഥിക്കുന്നു. ജോസ് കടബാധ്യത മാറാൻ പ്രാർത്ഥിക്കുന്നു. മോളി മകന്റെ മേലുള്ള പ്രതിസന്ധി മാറിക്കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ബിനു വിദേശത്ത് പോലുള്ള തടസ്സം മാറാൻ പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന്റെ ആവശ്യമാ വിളിച്ചു പറഞ്ഞത്. ഈ ജനത്തിന്റെ കണ്ണുനീരാ പ്രാർത്ഥിച്ചത്. ഈ ജനത്തിന്റെ ആവശ്യമാ പ്രാർത്ഥിച്ചത്. അങ്ങയുടെ അത്ഭുത കരം എസെക്കിയേൽ 37 ദൈവത്തിന്റെ കരം എന്റെ മേൽ വന്നു. ഇതുപോലെ ദൈവത്തിന്റെ കരം ഈ ജനത്തിന്റെ മേൽ, ഈ നിയോഗത്തിന്റെ മേൽ വരണമേ. ഈ ആവശ്യങ്ങളുടെ മേൽ വരണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച്, നമ്മളിങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ എസെക്കിയേൽ 37-ാം അധ്യായത്തിൽ എസെക്കിയേൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ അസ്ഥിക്കുഴിയിൽ ദൈവത്തിന്റെ കരം വെളിപ്പെട്ട് ചില അത്ഭുത കാര്യങ്ങൾ ചെയ്തതുപോലെ ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ഥലത്ത് ഈ ജനത്തിന് ഈ നിയോഗത്തിന്റെ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്ന അനുഭവം ഉണ്ടാകും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില പുതുക്കി പണിയലുകൾ കൊണ്ടുവരും. നിരാശകൾ മാറും, നിരാശകൾ മാറും. ചില സൗഖ്യങ്ങൾ ഉണ്ടാകും, ചില അത്ഭുത വിടുതൽ ഉണ്ടാകും. പ്രിയപ്പെട്ട സോജനച്ചൻ വിശുദ്ധ ജലം തളിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നു. ഞങ്ങൾ വൈദികർ ഒരുമിച്ച് വിശുദ്ധ ജലം തളിച്ച് നിങ്ങളെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ സ്തുതിക്കുന്നു. നിങ്ങളുടെ വലതുകരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഞങ്ങളുടെ നിയോഗത്തെ മനസ്സിൽ കണ്ട് നിയോഗ പ്രാർത്ഥനയൊന്ന് ചൊല്ലിക്കോട്ടെ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങിന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങിന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഇസ്രായേലേ സ്തുതിച്ചിടുക,
രാജാധിരാജൻ എഴുന്നള്ളുന്നു. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. വിനീതനാ യേശുനാഥൻ നിന്നെ തേടി അണഞ്ഞിടുന്നു. കരഘോഷമോടെ സ്തുതിച്ചിടുവിൻ, ഹല്ലേലൂയാ ഗീതി പാടിടുവിൻ. ഓസേമിൻ രക്ഷകരായവൻ ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ. ചേർന്ന് പാടാമോ? കരഘോഷമോടെ സ്തുതിച്ചിടുവിൻ, ഹല്ലേലൂയാ ഗീതി പാടിടുവിൻ. നിമിഷം പ്രാർത്ഥിക്കുന്നു. ഈ സമയം മാമൻ ഈപ്പന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ടീനയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, രഞ്ജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേരി കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എലിസബത്തിന്റെ നിയോഗത്തിനായി പ്രാർത്ഥിക്കുന്നു, സജി എന്ന വ്യക്തിയുടെ നിയോഗത്തിനായി പ്രാർത്ഥിക്കുന്നു, അനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെയിംസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശൈലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിന്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോ മോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിനോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദിവ്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജൂലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മറിയാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിമിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെസ്സി എന്ന വ്യക്തിയുടെ നിയോഗത്തിനായി പ്രാർത്ഥിക്കുന്നു, ഷേർലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തങ്കച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശൈലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഹിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗിരീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അന്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എൽസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അന്നമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഫിലോമിനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആതിരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബ്ലസ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബെൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോസമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സെറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേരിക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡെറിക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിനോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എൽജസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബെന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റയാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്റ്റിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഖിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൽബർട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഭിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ടിൻഡുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജലജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനീഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബെറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സൗമ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷൈനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലൈസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം, ജീവനുള്ള ദൈവത്തിന്റെ ഇടപെടൽ ഈ പറഞ്ഞ പേരുകളിലേക്കും നിയോഗത്തിലേക്കും വെളിപ്പെടണമേ. ഇന്ന് നിയോഗത്തെ സമർപ്പിച്ച ഓരോ നിയോഗത്തിന്റെ പേര് അത്ഭുത ശക്തി വെളിപ്പെടണമേ. ഇന്ന് ഇപ്പോൾ സംഭവിക്കണമേ, ഇന്ന് ഇപ്പോൾ സംഭവിക്കണമേ, ഇന്ന് ഇപ്പോൾ സംഭവിക്കണമേ. നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പ്രാർത്ഥിച്ച്, നമ്മുടെ എല്ലാ ശുശ്രൂഷകൾക്കും കൂടി പ്രാർത്ഥിച്ച്, ഇവിടെ വരുന്നവർ പണമല്ല ലക്ഷ്യം, അനുഗ്രഹമാണ്. ആമേൻ. ദൈവത്തെ അറിയണം, ആമേൻ. ദൈവത്തോടടുക്കണം. ആമേൻ. നിങ്ങളുടെ മനസ്സ് നിറഞ്ഞുള്ള ഒരു അനുഗ്രഹം ഉണ്ടല്ലോ, ഇവിടെ വരുന്നവർ അനുഗ്രഹിക്കപ്പെടാൻ ഇടവരും. നിങ്ങൾ ഈ ആലയത്തിന്റെ ദൈവം നിർത്തിയ ശുശ്രൂഷകരാണ്. നിങ്ങൾക്ക് എനിക്കൊരു മെസ്സേജ് ഉണ്ട്. ഈ ആലയത്തിൽ, ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ മൈക്കിന് വേണ്ടി പിടിവലി കൂടുന്ന ഒരു സമയം. ഞങ്ങൾ വിശ്വസിക്കുന്നു. സാക്ഷ്യം പറയാൻ മൈക്ക് എനിക്ക് വേണം, എനിക്ക് പറയണം, പറയാതിരിക്കാൻ പറ്റത്തില്ല, അതിനുവേണ്ടി ഞങ്ങൾ വന്നേന്ന് ബഹളം വയ്ക്കുന്നു. അതുപോലെ സാക്ഷ്യങ്ങൾ ഈ സ്ഥലത്തുണ്ടാകും. ഞങ്ങൾ വിശ്വാസത്തിൽ ഏറ്റെടുക്കുന്നു. സൈന്യത്തെ പോലെ ഉയർത്താൻ പറ്റും. മലകൾ മാറുമെങ്കിൽ മനുഷ്യൻ മാറാതിരിക്കുവോ? മലകൾ മാറിയെങ്കിൽ മനുഷ്യൻ മാറും, സ്വഭാവം മാറും, രീതി മാറും, പ്രശ്നങ്ങൾ മാറും. കരങ്ങളൊന്ന് നീട്ടിപ്പിടിച്ച് ഇതാ പരിശുദ്ധ കുർബാന എടുത്തുയർത്തി നിങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുവാണ്. നന്മയുണ്ടാകട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, നല്ല ജീവിതം ഉണ്ടാകട്ടെ, സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, അത്ഭുത ശക്തി വെളിപ്പെടട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടട്ടെ, വീട് അനുഗ്രഹിക്കപ്പെടട്ടെ, വീട് അനുഗ്രഹിക്കപ്പെടട്ടെ, ഭവനമുണ്ടാകട്ടെ, ആയുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ, സന്തോഷ സമാധാനം ഉണ്ടാകട്ടെ, അനുഗ്രഹമുള്ളതായി, അഭിഷേകമുള്ളതായി. സ്തുതിക്കുന്നു.